ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഒരു യക്ഷിക്കഥ കേൾക്കണമെന്ന ആഗ്രഹം പറഞ്ഞിരുന്നു. അവരുടെ എല്ലാവരുടെയും ആഗ്രഹം അനുസരിച്ച് ഞാനൊരു യക്ഷിക്കഥ എഴുതുന്ന തിരക്കിലായിരുന്നു. അത് ഇപ്പോഴാണ് പൂർത്തിയായത്. കഥ കേട്ടതിന് ശേഷം കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മറക്കാതെ എന്നെ അറിയിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്കിങ്ങനെയുള്ള കൂടുതൽ സ്റ്റോറികൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒട്ടും സമയം കളയാതെ കഥ പറയട്ടെ. ആ നീണ്ട യാത്രയിൽ എപ്പോഴോ ഗൗരി ഒന്ന് മയങ്ങി. പിന്നീട് അവൾ കണ്ണു തുറന്നപ്പോൾ കാർ ഒരു പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞിരുന്നു. അവൾ തന്റെ വീർത്തുന്തിയ ഉദരത്തിൽ തലോടിക്കൊണ്ട് സീറ്റിൽ നിവർന്നിരുന്ന് വഴിക്കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ നമ്മൾ കാവുമ്പാട്ടെ കോവിലകത്തെത്തും. ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കുന്നു. പിൻസീറ്റിൽ ഗൗരിയോട് ചേർന്നിരുന്ന അവളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ഗൗരിയുടെ കൈകളിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു. കാറ്റിൽ പറന്ന മുഖത്തേക്ക് വീണ മുടിയിഴകൾ പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവൾ മെല്ലെ പുഞ്ചിരിച്ചു. തെങ്കാശിയിലെ നമ്മുടെ റെസ്റ്റോറന്റിനടുത്തുള്ള ആ വാടക വീട്ടിൽ കഴിയുന്നതിനേക്കാളും എനിക്കിഷ്ടം ഉണ്ണിയേട്ടന്റെ കോവിലകത്ത് ഏട്ടന്റെ ബന്ധുമിത്രാദികളോടൊപ്പം ഒരുമിച്ച് കഴിയുന്നതാണ്. എന്തായിരിക്കും ഒരു രസം! മിണ്ടാനും പറയാനും ചുറ്റിനും ആൾക്കാർ. നാഗക്കാവും കുളവുമുള്ള പഴയ കോവിലകം. നമ്മുടെ വിവാഹം കഴിഞ്ഞ നാൾ തൊട്ട് ഉണ്ണിയേട്ടൻ പറയാറുള്ള ഏട്ടന്റെ കോവിലകം ഒന്ന് കാണാനും അവിടെയുള്ളവരോടൊപ്പം കഴിയാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ. പക്ഷേ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് വർഷം 2 കഴിഞ്ഞുപോയി. ഇപ്പോൾ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോഴല്ലേ ഉണ്ണിയേട്ടൻ ഇവിടേക്ക് വരാൻ സമ്മതിച്ചത്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ നീ പറഞ്ഞ നിന്റെ ഈ ആഗ്രഹം അത് ഞാൻ സാധിച്ചു തന്നില്ലേ? ഗൗരി ചിരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. വിൻഡോ ഗ്ലാസ്സിലൂടെ കണ്ട കാഴ്ചകൾ പിന്നോട്ടോടി മറയുമ്പോഴും ഉണ്ണികൃഷ്ണന്റെ മനസ്സിൽ കാവുമ്പാട്ടെ കോവിലകത്തെ പറ്റിയുള്ള ചിന്തകളായിരുന്നു. അവൻ 7 വയസ്സുള്ള സമയത്തായിരുന്നു ഉണ്ണികൃഷ്ണൻ അവന്റെ അമ്മ സേതുലക്ഷ്മിയുടെ കൈയും പിടിച്ച് കാവുമ്പാട്ടെ കോവിലകത്തിന്റെ മുറ്റത്ത് ചെന്ന് കയറിയത്. അന്ന് കണ്ട കാഴ്ചകളെല്ലാം ഇന്നലെ എന്നതുപോലെ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കൊത്തുപണികൾ നിറഞ്ഞ കോവിലകത്തിന്റെ പൂമുഖത്ത് കയ്യിലൊരു വിശറിയുമായി ചാരി കസേരയിലിരുന്ന വെളുത്ത മെലിഞ്ഞ ഒരു മനുഷ്യൻ. പടിപ്പുര കടന്നു ചെന്ന തന്നെയും തന്നെ ചേർത്ത് പിടിച്ച് പരിഭ്രമത്തോടെ ആ പൂമുഖത്തേക്ക് നടന്നെടുത്ത തന്റെ അമ്മയെയും കണ്ട് ആ മനുഷ്യൻ കസേരയിൽ നിന്ന് എണീറ്റ് പടികളിറങ്ങി മുറ്റത്തേക്ക് വന്നു. ആരാ എന്താ എന്നൊക്കെ അയാൾ ചോദിച്ചപ്പോൾ അമ്മ വിതുമ്പിക്കൊണ്ട് തന്നെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഈ നിൽക്കുന്നത് ബാഹുലയൻ നമ്പൂതിരിയുടെ മോനാണ്. അങ്ങേരെന്നെ എത്ര തള്ളിപ്പറഞ്ഞാലും അകറ്റി നിർത്തിയാലും അയാൾ ഇവന്റെ അച്ഛനല്ലാണ്ടാകില്ലല്ലോ. എനിക്ക് ആ മനുഷ്യന്റെ കൂടെ ജീവിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. പക്ഷേ ഈ കുഞ്ഞെന്ത് പിഴച്ചു? ഇവൻ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നതോടെ എൻ്റെ വീട്ടുകാരൻ്റെ പടിയടച്ച് പിണ്ടം വെച്ചു. അതോടെ ബന്ധുക്കളും നാട്ടുകാരും എന്നെ കണ്ട പരിചയം പോലും കാണിക്കാതെയായി. ഇത്രയും നാളും പല വീട്ടിലും വീട്ടുവേല ചെയ്ത് ഞാനിവനെ വളർത്തി. പക്ഷെ അധികകാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിവാഹിതയായ ഒരു പെണ്ണിന് ഒരു കുട്ടിയുണ്ടായാൽ അതിൻ്റെ കുറ്റം മുഴുവനും പെണ്ണിന്റെ തലയിലാണല്ലോ. സമൂഹം സ്ത്രീയെ മാത്രം പഴിക്കും. സെറ്റുമുണ്ടിന്റെ തുമ്പുകൊണ്ട് ഇടയ്ക്കിടെ കണ്ണീർ തുടച്ച അമ്മയുടെ പിന്നിലേക്ക് താൻ മറഞ്ഞു നിന്നപ്പോൾ മുന്നിൽ വന്നു നിന്ന മനുഷ്യന്റെ നോട്ടം തന്റെ മുഖത്തേക്ക് മാത്രമായിരുന്നു. ഈ കുഞ്ഞിന്റെ മുഖം പോലും അദ്ദേഹം കണ്ടിട്ടില്ല. ഇനി ഇവനെ കാണുമ്പോഴെങ്കിലും അങ്ങേരുടെ മനസ്സ് മാറിയാലോ? വലിയ നമ്പൂതിരിയെ ഒന്ന് വിളിക്കുമോ? അമ്മ തന്റെ മുന്നിൽ നിന്ന് ആ മനുഷ്യനോടത് പറഞ്ഞപ്പോൾ അയാൾ പൂമുഖത്തെ ചുമരിൽ തൂക്കിയിരുന്ന ഒരു ഫോട്ടോയിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇനി ഞാനെന്നല്ല ആരെ വിളിച്ചാലും വല്യേട്ടൻ വരില്ല. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ വർഷം 2 കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നുണ്ടായ ഒരു മരണമായിരുന്നു വല്യേട്ടൻ്റെത്. കാവിലെ കുളത്തിന്റെ കടവത്ത മരിച്ചു കിടന്നത്. അയാളത് പറഞ്ഞപ്പോൾ അമ്മയിൽ ഒരു ഞെട്ടലുണ്ടായത് താൻ അറിഞ്ഞു. പിന്നീട് അമ്മ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആ മുറ്റത്ത് നിന്ന് പോകാൻ ഭാവിച്ച അമ്മയുടെ കൈവിരൽ പിടിച്ചു നിന്ന തന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്
അയാൾ പറഞ്ഞു. ഇവന്റെ ഈ മുഖം, ഇത് കണ്ടാൽ ആരാ പറയുക ഇവനെന്റെ ഏട്ടന്റെ മോനല്ലെന്ന്? ഈ കുഞ്ഞിനെ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും എന്റെ വല്യേട്ടൻ ഇവനെ ഉപേക്ഷിക്കില്ലായിരുന്നു. പിന്നീട് അയാൾ തന്റെ അമ്മയെ ഏട്ടത്തിയമ്മ എന്നാണ് വിളിച്ചത്. കാഴ്ചയിൽ തന്റെ അമ്മ ആ മനുഷ്യനേക്കാളും ഏറെ ചെറുപ്പമായിരുന്നു. എന്നിട്ടും അയാൾ സ്നേഹത്തോടെ അമ്മയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഏട്ടത്തിയമ്മയ്ക്കും കുഞ്ഞിനും ഇനി ഈ കോവിലകത്ത് താമസിക്കാം. ഇവിടുന്ന് ആരും നിങ്ങളെ ഇറക്കി വിടില്ല. അങ്ങനെ അന്നു മുതൽ താനും അമ്മയും കാവുമ്പാട്ടി കോവിലകത്ത് താമസം തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ താൻ പല പല സത്യങ്ങളും അറിഞ്ഞു. മൂടിവെക്കപ്പെട്ട ആ സത്യങ്ങൾ മറന്നേക്ക് പുറത്തു വന്നപ്പോൾ നെഞ്ചു പൊള്ളിക്കുന്ന ചൂടുണ്ടായിരുന്നു അതിന്. അമ്മയെപ്പറ്റി പലരും വേണ്ടാത്തതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്റെ മനസ്സിൽ പല സംശയങ്ങൾ ഉണ്ടായി. മീശ പൊടിച്ചു തുടങ്ങിയപ്പോഴാണ് അമ്മയോട് അതെല്ലാം ചോദിക്കാനുള്ള ധൈര്യം കിട്ടിയത്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു അമ്മ, സേതുലക്ഷ്മി വാരസ്യാർ. ചെറുപ്രായത്തിൽ തന്നെ അമ്മ അമ്പലത്തിലേക്ക് പൂമാല കെട്ടിക്കൊടുക്കാൻ അമ്മയുടെ അച്ഛനെ സഹായിക്കുമായിരുന്നു. 4 പെൺകുട്ടികളിൽ മൂത്തവളായിരുന്നു അമ്മ. അല്പം മുതിർന്നപ്പോൾ തന്നെ അമ്മ അച്ഛൻ മാല കെട്ടിക്കൊടുക്കുന്ന ക്ഷേത്രത്തിൽ തൂക്കാനും തുടക്കാനുമായി പോയി തുടങ്ങി. മാല കെട്ടല്, മുറ്റം വൃത്തിയാക്കല്, ഓട്ടുപാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുക, കിണറ്റിൽ നിന്ന് വെള്ളം കോരല്, അങ്ങനെ അമ്മയ്ക്ക് അവിടെ പിടിപ്പത് പണിയുണ്ടായിരുന്നു. അമ്മ ജോലി ചെയ്തിരുന്ന അമ്പലത്തിലെ മേൽശാന്തിയായിരുന്നു കാവുമ്പാട്ടെ ബാഹുലയൻ നമ്പൂതിരി. ഒരു ദിവസം ക്ഷേത്രത്തിലെ അത്താഴപൂജയൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ അമ്മയോട് ഓട്ടുപാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അമ്മയതനുസരിക്കുകയും ചെയ്തു. അന്നേ ദിവസം അമ്മയുടെ അച്ഛനും ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹവും എന്തോ പണികൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അച്ഛനുണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് രാത്രി വൈകിയും അമ്മ ജോലി ചെയ്യാൻ തയ്യാറായത്. എന്നാൽ ബാഹുലയൻ നമ്പൂതിരി എന്തോ ആവശ്യത്തിനായി അദ്ദേഹത്തെ പുറത്തേക്ക് പറഞ്ഞയച്ചത് അമ്മ അറിഞ്ഞില്ല. അമ്പലത്തിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഓഫീസ് കെട്ടിടം അടിച്ചുവാരി വൃത്തിയാക്കണമെന്ന വ്യാജേന അമ്മയെ അയാൾ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുപോയി. അന്ന് അമ്മയ്ക്ക് 14-15 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറമേ ചിരിച്ചും എല്ലാവരോടും സ്നേഹത്തോട് സംസാരിക്കുന്ന ആ നമ്പൂതിരിയുടെ മറ്റൊരു മുഖമാണ് അന്ന് അമ്മ അവിടെ കണ്ടത്. മുറി വൃത്തിയാക്കുന്നതിനിടെ അയാൾ അമ്മയെ കയറി പിടിച്ചു. എത്രയൊക്കെ എതിർത്തിട്ടും കരഞ്ഞു പറഞ്ഞിട്ടും ആ മനുഷ്യൻ അമ്മയെ വെറുതെ വിട്ടില്ല. ഉറക്കെ കരഞ്ഞു വിളിച്ചെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. അന്ന് നടക്കാൻ പാടില്ലാത്തത് പലതും നടന്നു. അമ്മയ്ക്ക് അമ്മയുടെ മാനം നഷ്ടമായി. ഭയവും മാനക്കേടും കാരണം അതൊന്നും അമ്മ ആരോടും പറഞ്ഞില്ല. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം തന്റെ ശരീരത്തിന് വന്നു ചേർന്ന മാറ്റങ്ങളൊന്നും ആ ചെറിയ പ്രായത്തിൽ അമ്മയ്ക്ക് മനസ്സിലാക്കാനായില്ല. താനൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണെന്ന് വൈകിയാണ് അമ്മ അറിഞ്ഞത്. ആദ്യം വയറുവേദനയാണെന്ന് പറഞ്ഞ അമ്മയെ അമ്മയുടെ വീട്ടുകാർ അടുത്തുള്ള ഒരു നാട്ടുവൈദ്യനെ കാണിച്ചു. ആ വൈദ്യനാണ് അമ്മ ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരോട് പറഞ്ഞത്. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ അമ്മ തന്റെ മാതാപിതാക്കളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അമ്പലത്തിൽ പൂമാല കെട്ടിക്കൊടുക്കുന്ന ആ സാധു കുടുംബം ജന്മിമാരായ കാവുമ്പാട്ട് നമ്പൂതിരിയോട് ഇതൊക്കെ എങ്ങനെ ചോദിക്കാൻ ചെല്ലും? എങ്കിൽ പോലും അമ്മയുടെ അച്ഛൻ ബാഹുലയൻ നമ്പൂതിരിയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അയാളല്ല അതിന്റെ കാരണക്കാരൻ എന്ന നിലപാടിൽ അയാൾ ഉറച്ചു നിന്നു. മാത്രവുമല്ല, ഇക്കാര്യവും പറഞ്ഞു ചെന്ന അമ്മയുടെ അച്ഛനെ അയാൾ പരിഹസിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. അന്നൊക്കെ ആ നമ്പൂതിരിപ്പാട് കോവിലകം വിട്ട് തൃശൂരിലെ ഒരു ക്ഷേത്രത്തിലായിരുന്നു മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിരുന്നത്. ആ ക്ഷേത്രത്തിനടുത്തുള്ള ഓഫീസ് കെട്ടിടത്തിലായിരുന്നു അയാളുടെ താമസം. അമ്മയുടെ അച്ഛൻ ആ മനുഷ്യനെ അവിടെ ചെന്നാണ് കണ്ടതും കാര്യം പറഞ്ഞതും. അയാളുടെ കോവിലകം കുമാരനല്ലൂരാണെന്ന് പറഞ്ഞു കേട്ട അറിവേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. മാസങ്ങൾ കഴിയും തോറും മറച്ചു വെക്കാൻ പറ്റാത്ത വിധം അമ്മയുടെ ഉദരം വലുതായി തുടങ്ങിയപ്പോൾ ആ സാധു മനുഷ്യൻ പലതവണ ബാഹുലയൻ നമ്പൂതിരിയെ ചെന്ന് കണ്ട് കരഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിച്ചു. എന്നിട്ടും അയാളുടെ മനസ്സലിഞ്ഞില്ല. ഞാനല്ല തന്റെ മകളെ ഗർഭിണിയാക്കിയത്. വല്ലവന്റെയും കൊച്ചിന്റെയും പിതൃത്വം ഏറ്റെടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. നമ്പൂതിരി ഇപ്പോഴും
ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് അമ്മയുടെ അച്ഛന് ആ ക്ഷേത്രത്തിലെ ജോലി നഷ്ടമായി. മറ്റു ക്ഷേത്രത്തിലെങ്ങും ജോലി കിട്ടാതായതോടെ അതിന് പിന്നിൽ ബാഹുലേയൻ നമ്പൂതിരിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. അമ്മയുടെ താഴെ 3 പെൺകുഞ്ഞുങ്ങൾ കൂടിയുണ്ട്. അവരുടെ ഭാവി ഇനി എന്താകുമെന്നോർത്ത് അമ്മയുടെ അച്ഛന് വല്ലാണ്ട് ആദിയായി. നാട്ടുകാർ ഓരോന്നും പറഞ്ഞ് കളിയാക്കി തുടങ്ങിയപ്പോൾ അതൊന്നും സഹിക്കവയ്യാതെ ഒരു ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ തലനാരിഴയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. അതോടെ മറ്റു പെൺമക്കളുടെ ഭാവിയെക്കുറിച്ചോർത്ത് ബന്ധുക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അമ്മയുടെ വീട്ടുകാർ അമ്മയെ പടിയടച്ച് പിണ്ടം വെച്ചു. ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് എട്ടും പൊട്ടും തിരിയാത്ത അമ്മയ്ക്ക് അങ്ങനെ ഇറങ്ങേണ്ടി വന്നു. പിന്നീട് ഒരലച്ചിലായിരുന്നു. വീടും ജനിച്ച സ്ഥലവും വിട്ടൊരു യാത്ര. വലിയ വലിയ വീടുകളിൽ പുറംപണിക്കാരിയായി അമ്മ നിന്നു. പക്ഷേ ആരും അധികകാലമൊന്നും അമ്മയെ വേലയ്ക്ക് നിർത്തിയില്ല. വീർത്തു വരുന്ന അമ്മയുടെ ഉദരം കണ്ട് അവരെല്ലാം അമ്മയെ പറഞ്ഞു വിട്ടു. ആത്മഹത്യ ചെയ്യാൻ അമ്മയ്ക്ക് ധൈര്യമില്ലായിരുന്നു. വലിയൊരു മലയുടെ പടിപ്പുരവാതിക്കൽ നിന്ന് കരഞ്ഞ അമ്മയെ കണ്ട് ആ വീട്ടിലെ അടിച്ചുതളിക്കാരി അവരുടെ വീട്ടിൽ അമ്മയ്ക്ക് അഭയം നൽകി. അങ്ങനെ ആ വൃദ്ധയുടെ കുടിലിൽ വെച്ചാണ് അമ്മ തന്നെ പ്രസവിച്ചത്. തനിക്ക് 1 വയസ്സാകുന്നതുവരെ അമ്മ അവരുടെ വീട്ടിൽ നിന്നു. ആ സമയത്ത് അടുത്തുള്ള വീടുകളിലേക്ക് അമ്മ വീട്ടുപണികൾക്ക് പോകുമായിരുന്നു. ആ സ്ത്രീയുടെ ആൺമക്കൾ അതും ഇതും പറഞ്ഞു തുടങ്ങിയപ്പോൾ അമ്മ അവിടെ നിന്ന് പടിയിറങ്ങി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് വീടുകളിൽ അമ്മ പണിക്ക് നിന്നു. അവിടെ നിന്നെല്ലാം അമ്മ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോന്നിരുന്നത്. തനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ അമ്മയുടെ ആ കരയുന്ന മുഖമാണ് തന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത്. 2 വയറിന്റെ വിശപ്പടക്കാനായി അമ്മ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു, വീടുകളിൽ നിന്ന് വീടുകളിലേക്ക്. സുന്ദരിയായ അമ്മയെ തോണ്ടാനും നുള്ളാനുമായി അവിടെയെല്ലാം ഓരോരുത്തരുണ്ടായിരുന്നു. സഹികെട്ട് പ്രതികരിക്കുമ്പോൾ വാദി പ്രതിയാകുന്നതായിരുന്നു പതിവ്. വീട്ടിലെ കൊച്ചമ്മമാർ അവരുടെ ആണുങ്ങളെ കുറ്റം പറയുന്നതിന് പകരം അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കണ്ണു പൊട്ടുന്ന ചീത്ത വിളിക്കുന്നത് താൻ എത്രയോ തവണ കണ്ടു നിന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒടുവിൽ താൻ സ്കൂളിൽ പോകുന്ന പ്രായമായതോടെ അമ്മയ്ക്ക് തന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്നായി. അത് അമ്മയെക്കൊണ്ട് നടക്കില്ലാന്ന് കണ്ടപ്പോഴാണ് കാവുമ്പാട്ടെ കോവിലകം തേടി അമ്മ കുമാരനല്ലൂരിലേക്ക് യാത്ര തിരിച്ചത്. പലരോടും വഴി ചോദിച്ചും പറഞ്ഞും ആ മുറ്റത്തെത്തിയപ്പോഴാണ് അമ്മയെ ചതിച്ച ബാഹുലേയൻ നമ്പൂതിരി ജീവിച്ചിരിപ്പില്ല എന്ന് അമ്മ അറിഞ്ഞത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ അയാൾ ഒരു നല്ല പിള്ളയായിരുന്നു. സൽസ്വഭാവി, ദയാലു. അരുതാത്തൊരു നോട്ടം കൊണ്ടുപോലും അയാൾ സ്ത്രീകളെ ശല്യപ്പെടുത്താറില്ലെന്നായിരുന്നു കുമാരനല്ലൂരുകാർ അയാളെപ്പറ്റി പാടിപ്പുകഴ്ത്തിയിരുന്നത്. പക്ഷേ അമ്മ പറഞ്ഞതെല്ലാം ക്ഷമയോട് കേട്ടുനിന്ന ബാഹുലേയൻ നമ്പൂതിരിയുടെ അനിയനായ വിശ്വനാഥൻ നമ്പൂതിരിക്ക് അതിൽ സത്യമുണ്ടെന്ന് തോന്നി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും സംശയിക്കാതെ പറയത്തക്ക വിധത്തിലുള്ള തന്റെ കട്ടിപ്പുരികവും കീഴ്ചുണ്ടിന് താഴെയുള്ള കറുത്ത വലിയ മറുകുമായിരുന്നു. ബാഹുലേയൻ നമ്പൂതിരിക്കുള്ള ആ അടയാളങ്ങളൊക്കെയും അതുപോലെ തന്നെ തനിക്കും പകർന്നു കിട്ടിയിരുന്നു. എങ്കിൽ പോലും കാവുമ്പാട്ടെ പലരും തന്നെയും തന്റെ അമ്മയെയും കോവിലകത്ത് തങ്ങാൻ അനുവദിച്ചില്ല. പക്ഷേ ഇളയച്ചനായ വിശ്വനാഥൻ എല്ലാവരുടെയും വാക്കുകളെ അവഗണിച്ചുകൊണ്ട് തനിക്കും അമ്മയ്ക്കും അവിടെ അഭയം തന്നു. അദ്ദേഹത്തിന് തന്നോട് വലിയ സ്നേഹമായിരുന്നു. മരിക്കുന്നതിന് മുമ്പായി ഇളയച്ചൻ കോവിലകം തന്റെ പേർക്ക് എഴുതി വെച്ചു. അത് കോവിലകത്തുള്ള പലർക്കും ദഹിക്കാത്തൊരു കാര്യം. പഠിച്ചൊരു ജോലി നേടുന്നതുവരെ അമ്മയോടൊപ്പം അവിടെ നിൽക്കാമെന്നേ താൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇളയച്ചന്റെ മരണത്തോടെ ബന്ധുമിത്രാദികളുടെ അനിഷ്ടത്തോടെയുള്ള സംസാരവും പ്രവൃത്തിയും കണ്ട് മനം മടുത്തപ്പോഴാണ് അമ്മയും കൂട്ടി കോവിലകത്തിന്റെ പടിയിറങ്ങിയത്. ഒരുപാട് അലഞ്ഞതിന് ശേഷം തെങ്കാശിയിലെത്തി. അങ്ങനെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ സ്വന്തമായൊരു റെസ്റ്റോറന്റ് തുടങ്ങാൻ തനിക്ക് കഴിഞ്ഞു. പിന്നീട് ഗൗരിയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ സന്തോഷങ്ങൾ ഓരോന്നായി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നനച്ചിരിക്കാതെ ഒരു തീരാ നഷ്ടമുണ്ടായി. അമ്മയുടെ മരണം. പതിവില്ലാതെ ഒരു ദിവസം അമ്മ വാതോരാതെ കോവിലകത്തെപ്പറ്റി സംസാരിച്ചു.
അത് മോന്റെ വീടാണ്. മോൻ അവിടേക്ക് തിരിച്ചു പോകണം. കാമ്പാട്ടി കോവിലകം നിന്നെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരുപാടൊക്കെ പറഞ്ഞു. ആ രാത്രി ഉറങ്ങാൻ കിടന്ന അമ്മ പിന്നെ ഉണർന്നതേയില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്നൊരു ദിവസം അമ്മ മറ്റൊരു ലോകത്തിലേക്ക് യാത്രയായി. അമ്മയുടെ നാവിൽ നിന്നാണ് ഗൗരി കോവിലകത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത്. സ്വർണ്ണ നാഗങ്ങൾ വസിക്കുന്ന ചിത്രകൂടങ്ങൾ, കാവിൽ കുടിയിരുത്തിയിരിക്കുന്ന യക്ഷി നീരാടുന്ന യക്ഷിക്കുളം, ആ കുളത്തിന് ചാരിയെ നിൽക്കുന്ന ഏഴിലമ്പാല, അങ്ങനെ പലതും അമ്മയാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ മുതലാണ് കാമ്പാട്ടി കോവിലകം കാണണമെന്നുള്ള അതിയായ ആഗ്രഹം അവൾക്കുണ്ടായത്. ദിവസങ്ങൾ ചെല്ലുന്തോറും ആഗ്രഹം അങ്ങ് വല്ലാണ്ടായി. ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞതോടെ ആ ആഗ്രഹത്തിന്റെ പേരിൽ അവളെ പിണക്കണ്ടെന്ന് തനിക്കും തോന്നി. ഗൗരി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എത്രയും പെട്ടെന്ന് ഇരുവരും കോവിലകത്തെത്തണമെന്ന് രാജേശ്വരി അമ്മയ്ക്കും ഒരു നിർബന്ധം. രാജേശ്വരി അമ്മ വകയിലുള്ള ഒരു അമ്മായിയാണ്. ആ അമ്മയും കോവിലകത്താണ് താമസിക്കുന്നത്. ഗൗരിയുടെ അച്ഛനും അമ്മയ്ക്കും നല്ല പ്രായമുണ്ട്. ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് ഗൗരിയെ നോക്കാനൊന്നും രോഗിയായ ആ അമ്മയ്ക്ക് കഴിയില്ല. പിന്നെ റെസ്റ്റോറന്റ് ഗൗരിയുടെ സഹോദരനെ ഏൽപ്പിച്ചിട്ടാണ് താൻ കുമാരനല്ലൂരിലേക്ക് തിരിച്ചത്. ഇവിടെയാകുമ്പോൾ ഗൗരിയെ രാജേശ്വരി അമ്മ നന്നായി നോക്കും. അവരൊരു പാവം സ്ത്രീയാണ്. ഗൗരിയും ഉണ്ണികൃഷ്ണനും സഞ്ചരിച്ചിരുന്ന കാറ് നെൽപ്പാടങ്ങൾക്കിടയിലുള്ള റോഡും കടന്ന് കാമ്പാട്ടി കോവിലകത്തിന്റെ പടിപ്പുരയ്ക്ക് മുന്നിൽ എത്തി നിന്നു. പഴയ ഓർമ്മകളിൽ മുഴുകിയിരുന്ന ഉണ്ണി അപ്പോഴാണ് തങ്ങളുടെ കാറ് കോവിലകത്തിന്റെ മുറ്റത്തെത്തിയെന്ന് അറിഞ്ഞത് തന്നെ. അവന് മുന്നേ ഗൗരി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അവളുടെ ആ തിടുക്കം കണ്ട് ഉണ്ണി അവളെ ശാസിച്ചു. എന്താ ഗൗരി, നീ എന്താ ഈ കാണിക്കുന്നത്? കൊച്ചുകുട്ടികളെ പോലെ ഈ സമയത്തിങ്ങനെ ചാടിത്തുള്ളി നടക്കാമോ? ഗർഭാവസ്ഥ ഒരു രോഗമൊന്നുമല്ല ഉണ്ണിയേട്ട. ഏറെ നാളുകളായിട്ട് കാണുമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തെത്തിയപ്പോൾ സന്തോഷം അടക്കാനാവുന്നില്ല. ഉണ്ണി പെട്ടിയും ബാഗുമെല്ലാം എടുത്ത് കാറിൽ നിന്ന് പുറത്തേക്ക് വെച്ച സമയത്ത് ഗൗരി മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു. ചുവന്ന പൂക്കളുള്ള വാഗമരങ്ങൾ പൂത്തുനിന്ന വഴിയോരം, പടിപ്പുരയോട് ചേർന്നുള്ള മതിലിനരികിലും പേരറിയാത്ത ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. കോവിലകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കണ്ട പച്ചപ്പ് നിറഞ്ഞ വലിയൊരു മല, നീലാകാശം മുട്ടി ഉയർന്നു നിൽക്കുന്ന ആ മലകൾക്ക് മീതെ നേർത്ത പുകമഞ്ഞ് നിറഞ്ഞിരിക്കുന്നതായി ഗൗരിക്ക് തോന്നി. ഒരു മായാലോകത്തെത്തിപ്പെട്ടതുപോലെ ഗൗരി ചുറ്റുവട്ടത്തെ കാഴ്ചകൾ ലയിച്ച് എല്ലാം മറന്നതുപോലെ അങ്ങനെ നിന്നുപോയി. ട്രാവൽ ബാഗുകളും പെട്ടികളും പടിപ്പുരയോളം എത്തിക്കാൻ കാർ ഡ്രൈവർ അവനെ സഹായിച്ചു. ശരിക്കും ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാളും എത്ര സുന്ദരമാണ് ഉണ്ണിയേട്ടന്റെ ഈ കോവിലകം. ഒരു കൊച്ചുകുട്ടിയുടെ സന്തോഷത്തോടെ അവൾ അതും പറഞ്ഞ് പടിപ്പുര കടന്ന് മുറ്റത്തെത്തി നിന്നു. കാറിന്റെ ഹോണടി കേട്ട് പൂമുഖത്ത് നിന്ന് രണ്ട് സ്ത്രീകൾ ഗൗരിയെ കണ്ട് അവളുടെ അരികിലേക്ക് വന്നു. അതിൽ പഞ്ഞിക്കെട്ട് പോലെ വെളുത്ത മുടിയുള്ള വൃദ്ധ രാജേശ്വരി അമ്മയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇടയ്ക്കൊന്നു രണ്ടു വട്ടം വീഡിയോ കോൾ വഴി അവൾ അവരെ കണ്ടിട്ടുണ്ട്. ഗൗരിയെ കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു. എന്റെ കുട്ടി, നിനക്ക് ഇപ്പോഴെങ്കിലും ഇവിടേക്ക് വരാൻ തോന്നിയല്ലോ. ഉണ്ണിയോട് എത്ര തവണയായി ഞാൻ പറയുന്നു ഇവിടേക്ക് വരാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ ബാഹുലേയന്റെ ചോരയല്ലേ. ഈ കാമ്പാട്ടി കോവിലകം അവനുള്ളതാ. അതിലാരും മുഖം കടുപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവരുടെ വായിലിരിക്കുന്നത് കേട്ട് അവൻ എന്തിനാ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത്? അവനെ ഇഷ്ടമില്ലാത്തവർ ഇവിടെ നിന്ന് മാറി നിൽക്കട്ടെ. അതാരെ ഉദ്ദേശിച്ചാണ് അയമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ഗൗരിക്ക് മനസ്സിലായില്ല. പിന്നാലെ വന്ന സ്ത്രീയോടായി മഹേശ്വരി അമ്മ വിളിച്ചു പറഞ്ഞു, ഈ കോവിലകത്തിന്റെ അവകാശിയാ ഈ വന്ന് നിൽക്കുന്നത്. ആരതി ഒഴിഞ്ഞ് കുട്ടി അകത്തേക്ക് സ്വീകരിക്കണം. കടിഞ്ഞൂൽ പ്രസവം അടുത്തിരിക്കുന്ന നിന്നെ ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. രാജശ്രീ അമ്മ ഇരുവരെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിച്ചപ്പോൾ ഗൗരിക്ക് പരിചയമില്ലാത്ത ചിലർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണികൃഷ്ണനെ കണ്ട് അവരെല്ലാം വെളുക്കനെ ചിരിച്ചു. രാജശ്രീ അമ്മ അവരെ എല്ലാവരെയും ഗൗരിക്ക് പരിചയപ്പെടുത്തി. ഈ നിൽക്കുന്നത് ഉണ്ണിയുടെ മുത്തശ്ശന്റെ ഇളയ സഹോദരന്റെ മകനും കുടുംബവുമാണ്.
ഇത് അപ്പുക്കുട്ടിയേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യ സതിയാന്റിയുമാണ്. ഇവർ രണ്ടാളും അവരുടെ മക്കളാണ്, ലതികയും രേവതിയും. അവരുടെ പേരുകൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ഉണ്ണിയായിരുന്നു. വെയിൽ മങ്ങിത്തുടങ്ങിയ ഒരു സായാഹ്നത്തിലായിരുന്നു ഉണ്ണികൃഷ്ണനും ഗൗരിയും കാവുമ്പാട്ടെ കോവിലകത്തെത്തിയത്. ലഗേജുകളുമായി ഉണ്ണി മുമ്പ് താമസിച്ച മുറിയിലേക്ക് നീങ്ങി. മച്ചിലെയും തൂണിലെയും ചിത്രപ്പണികൾ കണ്ടുകൊണ്ട് ഗൗരി അവന്റെ പിന്നാലെ തന്നെ ആ മുറിയിലെത്തി. മുറിയിലെത്തിയ പാടെ അവൾ വിൻഡോ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കി. ഇതെന്തുവാ? ഈ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ നിറം മങ്ങിയ മതിലുകളാണ് കാണാൻ കഴിയുന്നത്. എനിക്ക് ഈ മുറി ഇഷ്ടമായില്ല. സൂര്യപ്രകാശം കടക്കാത്ത ഈ മുറിയിൽ താമസിക്കാൻ എനിക്ക് വയ്യ. അതും പറഞ്ഞ് വരാന്തയും കടന്ന് എതിർവശത്തുള്ള മുറിയുടെ നേർക്ക് അവൾ നടന്നു കഴിഞ്ഞിരുന്നു. താഴിട്ട് പൂട്ടാത്ത ആ കതകിന്റെ ഓടാമ്പൽ നീക്കി അവൾ ആ മുറിയുടെ വാതിൽപ്പാളികൾ മലർക്കി തുറന്നു. അത് വിശാലമായൊരു മുറിയായിരുന്നു. കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞ വലിയൊരു സപ്രപഞ്ചക്കട്ടിലും നിരവധി അറകളുള്ള തടിയലമാരയും ഈട്ടിത്തടിയിൽ പണിത ഒരു വട്ടമേശയും ആ മുറിയിൽ ഉണ്ടായിരുന്നു. ആ മുറിയുടെ മച്ചിൽ കണ്ട കൊത്തുപണികൾ മറ്റു മുറികളെ അപേക്ഷിച്ച് ഏറെ മനോഹരമായിരുന്നു. ഗൗരി ആ മുറിയിലെ ജനാലകളും മലർക്കെ തുറന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി. അരമതിലിനപ്പുറം വളർന്നു നിൽക്കുന്ന അനവധി മരങ്ങൾ, അത്തിയും ഞാവലും കാട്ടുചെത്തിയും ഒക്കെ പൂത്തു നിൽക്കുന്നു. ആ ജനലഴികളിലൂടെ വീശിയെത്തിയ കാറ്റിന് നല്ലൊരു കുളിരുണ്ടായിരുന്നു. കർപ്പൂര ഗന്ധം നിറഞ്ഞ ആ കുളിർക്കാറ്റ് ആസ്വദിച്ചുകൊണ്ട് ഗൗരി ജനലിനരികിൽ തന്നെ നിന്നു. ആ സമയം അവരെ ആഹാരം കഴിക്കാനായി ക്ഷണിക്കാൻ വന്ന രാജേശ്വരി അമ്മയുടെ മുഖത്തെ ചിരിക്ക് ഒരു മങ്ങലേറ്റു. അവരെ അവിടെ കണ്ടപ്പോൾ ഗൗരി പരിഭവത്തോടെ പറഞ്ഞു, ഉണ്ണിയേട്ടൻ തിരഞ്ഞെടുത്ത ആ മുറിയേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ മുറിയാ. ഇവിടെ ആവശ്യത്തിന് വെട്ടവും വെളിച്ചവുമുണ്ട്. ജനല് തുറന്നിട്ടാൽ എന്തെല്ലാം കാഴ്ചകളെ കാണാൻ പറ്റുന്നത്. ഉണ്ണിയേട്ടനോട് ഈ മുറിയിൽ താമസിച്ചാൽ മതിയെന്ന് രാജേശ്വരി അമ്മ ഒന്ന് പറ. ഈ കോവിലകത്ത് എവിടെ വേണമെങ്കിലും നിനക്ക് താമസിക്കാം. ഇത് നിന്റെ വീടാണ് മോളെ. പക്ഷേ ഈ മുറി വേണ്ടെന്നേ ഞാൻ പറയൂ. ആ തെക്കേ പറമ്പിലായി കാണുന്നത് ഇവിടുത്തെ കാവാണ്. ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് ജനലം തുറന്നിട്ട് അവിടേക്ക് നോക്കി നിന്നാൽ ചിലപ്പോൾ ആ മരക്കൊമ്പുകൾ ചുറ്റിപ്പിടിഞ്ഞു കിടക്കുന്ന നാഗങ്ങളെ കണ്ടെന്ന് വരാം. വരത്തുപോക്കുള്ള കാവ അത്. എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ അതിന്റെ ദോഷം മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനായിരിക്കും. ഗൗരി ഒരു നിമിഷം ചിന്തിച്ചു നിന്നെങ്കിലും ഒരു ചിരിയോടെ അവൾ പറഞ്ഞു, എനിക്ക് നാഗങ്ങളെയൊന്നും പേടിയില്ല. അങ്ങോട്ട് ഉപദ്രവിക്കാത്തിടത്തോളം കാലം അവൻ നമ്മെയും ഒന്നും ചെയ്യില്ല. പിന്നെ രാജേശ്വരി അമ്മ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം കുട്ടിയുടെ ഇഷ്ടം. ഇത് വിശ്വനാഥന്റെ മുറിയായിരുന്നു. ചെന്താമരയുടെ മരണശേഷം അവനും ഈ ജനലിനരികിൽ നിന്ന് മാറാതെ ആ കാവിലേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണം വിളമ്പി വെക്കാം, രണ്ടാളും കുളിച്ചിട്ട് വന്നോളൂ. രാജേശ്വരിയമ്മ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഗൗരിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉണ്ണി അവരുടെ സാധനങ്ങളെല്ലാം ആ മുറിയിൽ കൊണ്ടുചെന്ന് വെച്ചു. ഇത് ഇളയച്ചന്റെ മുറിയായിരുന്നു. കുട്ടിക്കാലത്ത് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഈ മുറിയിൽ കിടന്നിട്ടുണ്ട്. അച്ഛനെന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് ഓർമ്മയില്ലെങ്കിലും എനിക്ക് അച്ഛനെ പോലെ തന്നെയായിരുന്നു ഇളയച്ചൻ. അത്ര സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് എന്നോട്. ഉണ്ണികൃഷ്ണൻ വീണ്ടും പഴയ ഓർമ്മകളിൽ മുഴുകി. ഇളയച്ചൻ സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് അല്ലേ? ഗൗരിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ഉണ്ണി ചെറുതായി ചിരിച്ചു. അദ്ദേഹം ഒരു തമിഴത്തിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. കോവിലകത്തുള്ളവരാരും അറിയാതെയായിരുന്നു ആ വിവാഹം. ആദ്യമൊക്കെ എല്ലാവർക്കും ആ ബന്ധത്തിനോട് എതിർപ്പായിരുന്നു. പിന്നീട് എല്ലാം മാറി. ഉണ്ണി അങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു കഥ കേൾക്കുന്ന ഇഷ്ടത്തോടെ ഗൗരി അവനെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിയിട്ട് കണ്ണെടുക്കാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് എന്തുണ്ടായി ഉണ്ണിയേട്ടാ? ഇളയച്ചൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ആ തമിഴത്തിയുടെ പേരായിരുന്നു സെങ്കമലം. കാവുമ്പാട്ടെ കോവിലകത്തെത്തിയപ്പോൾ വിളിക്കാനുള്ള എളുപ്പത്തിന് ഇവിടെയുള്ളവർ ആ പേര് മലയാളത്തിലേക്ക് മാറ്റി ചെന്താമര എന്നാക്കി. ഇളയച്ചന്റെ ഭാര്യ
ഒരു അപ്സരയെപ്പോലെ സുന്ദരിയായിരുന്നുവെന്നാ കേട്ടിട്ടുള്ളത്. രണ്ടാൾക്കും വലിയ സ്നേഹമായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, ഗർഭിണിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ കാല് തെറ്റി കിണറ്റിൽ വീണ് മരിച്ചു. ഭാര്യ മരിച്ചതിന് ശേഷം ഇളയച്ചൻ ആരോടും അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു. സദാസമയവും ഈ മുറിയിൽ കയറി വാതിലടച്ചിട്ടിരിക്കും. പിന്നീട് കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇളയച്ചന്റെ വല്യേട്ടനും മരിച്ചുപോയി. അതായത് എൻ്റെ അച്ഛൻ. അതെല്ലാം ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ. അച്ഛന്റെ കാര്യം പറഞ്ഞതും ഉണ്ണി പെട്ടെന്ന് നിശബ്ദനായി. ഒക്കെ എനിക്കറിയാം, പക്ഷേ ഈ ചെന്താമരയുടെ കാര്യം മാത്രം ഉണ്ണിയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. അവരെപ്പറ്റി എന്ത് പറയാനാ? ഞാനും അമ്മയും ഇവിടെ വന്നപ്പോൾ ഇപ്പറയുന്ന ചെന്താമര ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇളയച്ചന്റെ ഭാര്യയെക്കുറിച്ച് എനിക്കിതിൽ കൂടുതലൊന്നും അറിയില്ല. അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. ഉണ്ണി അക്കാര്യങ്ങൾ കൂടുതൽ താല്പര്യമൊന്നും കാണിച്ചില്ല. ടവലുമെടുത്ത് അവൻ ബാത്റൂമിലേക്ക് കയറിയപ്പോൾ ഗൗരി തെക്കേ കാവിലേക്ക് നോക്കി നിന്നു. വള്ളികൾ ചുറ്റിപ്പിണഞ്ഞ മരങ്ങൾ മാത്രമേ അവിടെ കാണാനുള്ളൂ. നല്ല പച്ചപ്പ്. വെയില് താഴ്ന്നു തുടങ്ങിയതോടെ അവിടെ നിന്ന് ഇടതടവില്ലാതെയുള്ള ചീവീടുകളുടെ കരച്ചിലുയർന്നു. അല്പം കഴിഞ്ഞപ്പോൾ ലതികയും രേവതിയും ചെറിയ ഗേറ്റ് കടന്ന് അവിടേക്ക് പോകുന്നത് അവൾ കണ്ടു. ജനലിനരികിൽ നിന്ന് തങ്ങളെ കണ്ണെടുക്കാതെ നോക്കുന്ന ഗൗരിയെ കണ്ട് രേവതി പുഞ്ചിരിച്ചു. എവിടേക്കാ രണ്ടാളും? ഗൗരിയുടെ ചോദ്യം കേട്ട് രേവതി നിന്നു. കാവില് തിരി തെളിയിക്കാൻ പോവുകയാ. നാളെ മുതൽ ഗൗരിയച്ചിയും കൂടിക്കോളൂ. രേവതി അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ലതിക അവളെ ശാസിച്ചു. കിന്നാരം പറഞ്ഞു നിൽക്കാതെ ഒന്ന് വേഗം വരുന്നുണ്ടോ നീ? ഇന്ന് വെള്ളിയാഴ്ചയാ. നേരം വൈകിയാൽ രാജേശ്വരി അമ്മയ്ക്ക് ചീത്ത പറയാൻ പിന്നെ അത് മതി. ലതികയുടെ ദേഷ്യം കണ്ട് രേവതി അവളോടൊപ്പം കാവിലേക്ക് നടന്നു. അപ്പോഴേക്കും ഉണ്ണി കുളിച്ചു വന്നു. ഒരു കുസൃതി ചിരിയോടെ അവൻ തന്റെ തല കുടഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തലമുടിയിലെ വെള്ളം തെറിപ്പിച്ചു. അവന്റെ തലമുടി ഇഴകളിൽ നിന്ന് തെറിച്ച ഒരു വെള്ളത്തുള്ളി ഗൗരിയുടെ മൂക്കിൻ തുമ്പത്ത് ഒരു മഴത്തുള്ളി പോലെ പറ്റി നിന്നു. അവളുടെ വെളുത്ത നീണ്ട മൂക്കിൻ തുമ്പത്ത് പറ്റിയിരുന്ന ആ മഴത്തുള്ളിയിലേക്ക് നോക്കിക്കൊണ്ട് ഉണ്ണി അവളുടെ മുഖത്തേക്ക് അവന്റെ ചുണ്ടുകൾ അടുപ്പിച്ചപ്പോൾ അവൾ നാണത്തോടെ അവനെ തള്ളി മാറ്റി. വരാന്തയിൽ എവിടെയോ നിന്ന് രാജേശ്വരി അമ്മ വീണ്ടും വിളിച്ചപ്പോൾ ഗൗരി ഉണ്ണിയുടെ തോളിൽ കിടന്ന ടവലുമെടുത്ത് ബാത്റൂമിലേക്ക് പാഞ്ഞു. പെണ്ണെ സൂക്ഷിച്ച്. അവളുടെ തിടുക്കപ്പെട്ടുള്ള ഓട്ടം കണ്ട് ഉണ്ണി അറിയാതെ പറഞ്ഞുപോയി. ബാത്റൂമിന്റെ വാതിലടഞ്ഞതും ഉണ്ണി മുടിയും ചീകി ഷർട്ടും എടുത്തിട്ടുകൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങി. നേരത്തെ ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു. ഈറനായ തോർത്തുകൊണ്ട് മുടി പൊതിഞ്ഞ് നെറുകയിലേക്ക് കെട്ടിവെച്ച് ഗൗരി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വാരിച്ചുറ്റിയ തന്റെ കോട്ടൺ സാരി നേരെയാക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ ജനലഴികളിലൂടെ പുറത്തേക്കു നീണ്ടു. അരമതിലിന് മുകളിൽ രേവതിയുടെ അച്ഛൻ അപ്പുക്കുട്ടൻ ഇരിക്കുന്നു. അയാൾ തന്നെ നോക്കുകയായിരുന്നു എന്ന് ഗൗരിക്ക് മനസ്സിലായി. പെട്ടെന്ന് അവളുടെ നോട്ടം അയാളുടെ നേർക്കാണെന്ന് മനസ്സിലായപ്പോൾ അപ്പുക്കുട്ടൻ ഞാനൊന്നും കണ്ടില്ലേ എന്ന ഭാവത്തിൽ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അയാളുടെ വഷളം നോട്ടം കണ്ടപ്പോൾ ഗൗരിക്ക് ഒരു വല്ലായ്മ തോന്നി. ആ മനുഷ്യന് തന്റെ അച്ഛന്റെ പ്രായമുണ്ട്. എന്നിട്ടും അവൾ വിൻഡോ കർട്ടൻ വലിച്ചിട്ടുകൊണ്ട് ഡൈനിങ് ഹാളിൽ. രണ്ടാളും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, നല്ല വിശപ്പ് കാണുമല്ലോ. ഇപ്പോൾ ഇത് കഴിക്കാം. അത്താഴത്തിന് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. രാജേശ്വരി അമ്മ 2 പ്ലേറ്റുകളിലായി ദോശയും ചമ്മന്തിയും വിളമ്പി അവരുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. കാവിൽ വിളക്ക് തെളിയിക്കാൻ പോയ ലതികയും രേവതിയും അപ്പോഴേക്കും തിരിച്ചു വന്നു. ലതിക അവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി. പക്ഷേ രേവതി ഗൗരിയുടെ അരികിൽ ചെന്നിരുന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അകത്തേക്ക് പോയ ലതിക തന്റെ അമ്മയോട് തട്ടിക്കയറി. കെട്ടിലമ്മയും ഭർത്താവും വന്നു കയറിയ സ്ഥിതിക്ക് ഇനി എന്തിനാ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ആ മുതുകിളവിക്ക് എന്താ അവളോടൊരു സ്നേഹം. അവൾ വന്നപ്പോൾ തൊട്ട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചുകൊണ്ട് പുറകെ നടക്കുകയല്ലേ അവര്. ലതികെ, നീ ഒന്ന് അടങ്ങ്. അവര് കേട്ടാൽ. ലതികയുടെ അമ്മ സതികല തന്റെ മകളെ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ലതിക വീണ്ടും കയർത്തു. അവര് കേട്ടാൽ എനിക്കെന്താ? സത്യത്തിൽ ഈ സ്വത്തുവകകളിലെല്ലാം എന്റെ അച്ഛനും അവകാശമുള്ളതാ. അതാ എങ്ങു നിന്നോ വലിഞ്ഞു കയറി വന്ന
വാരസ്യരുടെ മകൻ സൂത്രത്തിൽ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വനാഥൻ നമ്പൂതിരിയും അപ്പുക്കുട്ടന്റെ അച്ഛനും ചേട്ടാനിയന്മാരുടെ മക്കളാണ്. അപ്പുക്കുട്ടന്റെ അച്ഛൻ അയാൾക്ക് കിട്ടിയ സ്വത്തുവകകൾ മുക്കാലും ദൂർത്തടിച്ചു തീർത്തു. അവശേഷിച്ചത് അന്യർക്ക് വിറ്റ് തുലക്കാതിരിക്കാനായി വിശ്വനാഥന്റെ അച്ഛൻ തന്നെ അത് പണം കൊടുത്തു വാങ്ങിച്ചു. വാങ്ങിച്ച സ്വത്തിന്റെ വിലയേക്കാൾ 2 ഇരട്ടി അദ്ദേഹം അപ്പുക്കുട്ടന്റെ അച്ഛനും അപ്പുക്കുട്ടനുമായി കൊടുത്തതാണ്. മദ്യപാനിയായ അപ്പുക്കുട്ടന്റെ അച്ഛൻ രോഗം വന്ന് മരിച്ചതോടെ അപ്പുക്കുട്ടനും അമ്മയും കാവുമ്പാട്ടെ കോവിലകത്ത് വന്ന് താമസം തുടങ്ങി. ഒരു തവണ അയാൾ ബാഹുലയ്യൻ നമ്പൂതിരിയുമായി വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോയെങ്കിലും വിശ്വനാഥൻ മരിച്ചതോടെ ഭാര്യയും മക്കളുമായി അപ്പുക്കുട്ടൻ വീണ്ടും കോവിലകത്തേക്ക് തിരിച്ചു വന്നു. അന്ന് തൊട്ട് അയാളും കുടുംബവും ഇവിടെയാണ് താമസിക്കുന്നത്. ലതിക വായിൽ തോന്നിയത് പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കള്ളക്കിളവി, അവരാ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. വകയിലൊരമ്മായായ അവർക്ക് പോലും കാവുമ്പാട്ടെ സ്വത്തുവകകളിൽ അവകാശമുണ്ട്. ആ പത്തായപ്പുരയും 10-30 ഏക്കറോളം വരുന്ന കണ്ടവും അവർക്ക് കിട്ടിയില്ലേ? നമുക്കെന്താ കിട്ടിയത്? അതിനേക്കാളും കൂടുതൽ നമുക്കും കിട്ടിയിരുന്നു. അതെല്ലാം എന്റെ മുത്തശ്ശനും അച്ഛനും ചേർന്ന് വിറ്റു തുലച്ചതാ. ഇനി ഇവിടെ കിടന്ന് ഒച്ചയിട്ടിട്ട് ഒരു കാര്യവുമില്ല. കോവിലകം ഇപ്പോൾ ഉണ്ണികൃഷ്ണന്റെ പേരിലാ. അവനെ വെറുപ്പിക്കാതിരുന്നാൽ നിനക്കൊക്കെ നന്ന്. എനിക്കത്രയേ പറയാനുള്ളൂ. സതികല മകളെ ശാസിച്ചു. അതോടെ തൽക്കാലം ലതിക നാവടക്കി. ലതിക വിവാഹിതയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞെങ്കിലും കുട്ടികളൊന്നും ഉണ്ടായില്ല. അക്കാര്യം പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടുകാരുമായി പിണങ്ങിപ്പിരിഞ്ഞ് അവൾ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മാസം 5 കഴിഞ്ഞു. രേവതി +1 പഠിക്കുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഗൗരിയും ഉണ്ണികൃഷ്ണനും തങ്ങളുടെ ബെഡ്റൂമിലേക്ക് മടങ്ങി. യാത്രാക്ഷീണം ഉണ്ടായിരുന്നതിനാൽ ഇരുവരും കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി. 2 പേർ തമ്മിൽ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഗൗരി മയക്കത്തിൽ നിന്നുണർന്നത്. അതുവരെ അനുഭവപ്പെടാത്ത ഒരുതരം ഗന്ധം ആ മുറിയിലപ്പോൾ നിറഞ്ഞിരുന്നു. ഏതോ കാട്ടുപൂ കൂട്ടമായി വിരിയുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധം. അത് ആദ്യം ആസ്വദികരമായി തോന്നിയെങ്കിലും പിന്നീട് ആ പരിമളം അവളെ മത്തുപിടിപ്പിച്ചു. മുറിയിലെ ഫാനിന്റെ കാറ്റിൽ വിൻഡോ കർട്ടൻ പറന്നു പൊങ്ങിയപ്പോഴാണ് ഗൗരി അത് ശ്രദ്ധിച്ചത്. അടഞ്ഞുകിടക്കുന്ന വിൻഡോ ഗ്ലാസിലൂടെ ചെറിയൊരു പെൺകുട്ടി മുറിയിലേക്ക് എത്തി നോക്കുന്നു. ഗൗരി ഞെട്ടിപ്പിടഞ്ഞ് ബെഡിൽ നിന്ന് എണീറ്റു. ആ പെൺകുട്ടി അപ്പോഴും അനങ്ങാതെ ജനലിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. പറന്നു മാറിയ ജനൽ കട്ടലിനിടയിലൂടെ ആ കുട്ടിയുടെ മുഖം അവൾ വ്യക്തമായി കണ്ടു. നീലിച്ച കണ്ണുകളുള്ള ആ പെൺകുട്ടി തന്റെ പാറിപ്പറന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് ഗൗരിയെ തുറിച്ചു നോക്കി നിന്നു. ഒരു നിമിഷത്തേക്ക് കറണ്ട് അടിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു തരം മരവിപ്പ് അവളുടെ ദേഹത്താകെ പടർന്നു. അസഹനീയമായ ഒരു തണുപ്പ് ഗൗരിയെ പൊതിഞ്ഞു. ആരാ അതെന്ന് ചോദിച്ചുകൊണ്ട് അവൾ ജനലിനരികിലേക്ക് നടന്നു. പക്ഷേ കാറ്റിൽ പറന്ന വിൻഡോ കർട്ടൻ നിശ്ചലമായതും ആ പെൺകുട്ടി ജനലിനരികിൽ നിന്ന് മറഞ്ഞതും ഒരുപോലെയായിരുന്നു. ഉടൻ തന്നെ ജനൽപ്പാളികൾ തുറന്ന് ഗൗരി പുറത്തേക്ക് എത്തി നോക്കി. പുറത്ത് നല്ല ഇരുട്ടായിരുന്നു. താൻ കണ്ടത് ഒരു സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ജനൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഉണ്ണികൃഷ്ണനും ഉറക്കം വിട്ടുണർന്നു. വാൾ ക്ലോക്കിൽ സമയം 12 കഴിഞ്ഞിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് എത്തി നോക്കുന്ന ഗൗരിയെ കണ്ട് അവൻ കാര്യം തിരക്കി. എന്തുപറ്റി ഗൗരി, നിനക്ക് ഉറക്കമില്ലേ? നീ എന്തെടുക്കുവാ അവിടെ? ഉണ്ണിയേട്ടാ, ദാ ഈ ജനലിനരികിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൽ ആരോ സംസാരിക്കുന്നത് കേട്ടാ ഞാൻ ഉണർന്നത്. അപ്പോൾ വിൻഡോ ഗ്ലാസിലൂടെ ഒരു പെൺകുട്ടി എന്നെ എത്തി നോക്കുന്നത് കണ്ടു. തിളങ്ങുന്ന നീല കണ്ണുകളുള്ള ഒരു പെൺകുട്ടി. ഞാൻ ഉണർന്നെണീറ്റ് ഇവിടേക്ക് വന്നതും ആ പെൺകുട്ടിയെ പെട്ടെന്ന് കാണാതെയായി. ഈ പാതിരാത്രിയിൽ ഒരു കുട്ടിയെ കണ്ടെന്നോ? നീ വല്ല സ്വപ്നവും കണ്ടതാവും, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാവും. ചുമ്മാ അതും ഇതും പറയാതെ വന്നു കിടന്നുറങ്ങാൻ നോക്ക് പെണ്ണെ. ഉണ്ണിയുടെ ആ സംസാരം കേട്ടപ്പോൾ അവൾക്കും ആകെ കൺഫ്യൂഷനായി. ജനലിനരികിൽ നിന്ന് തിരിച്ചു നടന്നതും വീണ്ടും കുസൃതി നിറഞ്ഞ ശബ്ദം താഴ്ത്തിയുള്ള ഒരു ചിരികേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആ സമയം ജനൽ ചില്ലിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരു നീല ശലഭത്തെയാണ് അവൾ കണ്ടത്.
അവൾ തിരിഞ്ഞു നോക്കിയതോടെ ആ ശലഭം ചിറകടിച്ച് ഇരുട്ടിലേക്ക് പറന്നുയർന്നു. അതുവരെ പ്രകാശിച്ചുകൊണ്ടിരുന്ന ആ മുറിയിലെ ടേബിൾ ലാമ്പ് പെട്ടെന്ന് മിന്നി മിന്നി കത്താൻ തുടങ്ങി. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് സാധാരണ എന്നതുപോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഗൗരിയുടെ മുഖത്തെ പരിഭ്രമം കണ്ട് ഉണ്ണി അവളെ ബെഡിലേക്ക് പിടിച്ചു കിടത്തി. ശേഷം തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു. അടുത്ത ദിവസം നേരം വെളുത്തെണീറ്റപ്പോഴും ഗൗരി ആദ്യം നോക്കിയത് കർട്ടൻ മാറിക്കിടക്കുന്ന ജനലിന് നേർക്കായിരുന്നു. ആ സമയം തെക്കേ കാവിലേക്ക് കിടക്കുന്ന ഗേറ്റിനരികിൽ നിന്ന മുല്ലവള്ളിക്ക് മുകളിൽ വട്ടം ചുറ്റി പറക്കുന്ന 2 ശലഭങ്ങളെ അവൾ കണ്ടു. തിളങ്ങുന്ന ഒരു നീലശലഭവും വെളുവെളുത്ത നിറമുള്ള ഒരു വെള്ളിശലഭവും. കഴിഞ്ഞ രാത്രിയിൽ ജനൽ ചില്ലിൽ പറ്റിപ്പിടിച്ചിരുന്ന നീലശലഭത്തെ കണ്ടപ്പോൾ അവൾക്ക് താൻ കണ്ട ആ കുട്ടിയെ ഓർമ്മ വന്നു. ഉണ്ണി ലാപ്ടോപ്പിന് മുന്നിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ ഗൗരി തൊടിയിലേക്ക് ഇറങ്ങി. വലിയൊരു തഴപ്പായിൽ വറ്റൽമുളക് ഉണക്കാനിടുകയായിരുന്നു രാജേശ്വരി അമ്മ. അവളെ കണ്ടപ്പോൾ ആ അമ്മ ഒന്ന് ചിരിച്ചു. മോൾക്ക് ഈ കോവിലകമൊക്കെ ഇഷ്ടമായോ? ഇന്നലെ രാത്രിയിൽ നന്നായി ഉറങ്ങിയോ? ഓ പിന്നില്ലേ, എനിക്ക് ഈ കോവിലകം കാണാൻ കൊതിയായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും മനോഹരമായിരിക്കുന്നു ഈ കോവിലകം. കാവിൽ നിന്ന് ചെറുപുണ്ണിയുടെ ഒരു വലിയ ശിഖരം മതിൽവളപ്പിനുള്ളിലേക്ക് ചാഞ്ഞു കിടപ്പുണ്ട്. അതിന്റെ ചുവട്ടിലിരുന്ന് തല നിറച്ചൊരു മുത്തിയമ്മ എന്തൊക്കെയോ നുള്ളിപ്പറക്കുന്നത് കണ്ടപ്പോൾ ഗൗരി കൗതുകത്തോടെ അവരുടെ അരികിലേക്ക് ചെന്നു. മുത്തശ്ശി ഇവിടെ എന്തെടുക്കുക? ഗൗരിയുടെ ചോദ്യം കേട്ട് കൂടി കുത്തിയിരുന്ന ആ വൃദ്ധ ഞെട്ടിപ്പിടഞ്ഞ് ഇരുന്നെടുത്ത് നിന്ന് എണീറ്റു. മുഷിഞ്ഞ് നിറം മങ്ങിയ ഒരു വെളുത്ത മുണ്ടാണ് അവർ ഉടുത്തിരുന്നത്. അവിടെ ഇവിടെ ദ്വാരങ്ങൾ വീണ മറ്റൊരു ചേല കഴുത്തിൽ ചുറ്റിപ്പിണിച്ചിട്ടിരിക്കുകയാണ്. ബ്ലൗസൊന്നും അവർ ധരിച്ചിരുന്നില്ല. കഴുത്തിൽ ചുറ്റിപ്പിണിഞ്ഞു കിടന്ന ചേലയുടെ ഇടയിലൂടെ അവരുടെ ശോഷിച്ച മാരടം കാണാമായിരുന്നു. മെലിഞ്ഞ അസ്ഥിപഞ്ചരം പോലെയിരുന്ന ആ വൃദ്ധ ഗൗരിയെ കണ്ട് പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിച്ചു. പിന്നീട് സൂക്ഷിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. കമ്മലുകളില്ലാത്ത അവരുടെ ചെവിയിലെ ദ്വാരം അങ്ങ് തൂങ്ങി തോളോടൊപ്പം മുട്ടി നിന്നിരുന്നു. കുഴിഞ്ഞ കണ്ണുകൾക്ക് മുകളിൽ തന്റെ കൈത്തലം പിടിച്ചുകൊണ്ട് ആ വൃദ്ധ ഗൗരിയെ തന്നെ നോക്കി നിന്നു. ആരാ? മനസ്സിലായില്ല. രേവതിക്കുട്ടിയാണോ? അവർ സംശയത്തോടെ ചോദിച്ചു. ഇത് ഉണ്ണികൃഷ്ണന്റെ വേളിയാ ഗൗരി. ഇവർ ഇന്നലെയാ കോവിലകത്തെത്തിയത്. ആഹാ, കൊച്ചു തമ്പുരാട്ടിയാ. ഈ മുത്തിയമ്മയ്ക്ക് കാഴ്ച കുറവുണ്ട് കേട്ടോ, അതാ മനസ്സിലാകാഞ്ഞത്. വൃദ്ധ കൈകൾ തൊഴുതുകൊണ്ട് ബഹുമാനപൂർവം അല്പം അകലേക്ക് മാറി നിന്നു. അയ്യേ, എന്താ ഇത്? മുത്തിയമ്മ എന്നെ തൊഴേണ്ട കാര്യമൊന്നുമില്ല. എന്നെ തമ്പുരാട്ടി എന്നൊന്നും വിളിക്കണ്ട. മുത്തിയമ്മ എന്നെ മോളേന്ന് വിളിച്ചാൽ മതി. ഗൗരി സ്നേഹത്തോടെ അവരുടെ ചുമലിൽ പിടിച്ചു. അയ്യോ കൊച്ചു തമ്പുരാട്ടി, എന്താ ഈ കാട്ടുന്നത്? എന്നെ തൊട്ടാൽ അശുദ്ധ ആവില്ലേ? മുത്തിയമ്മയുടെ വർത്തമാനം കേട്ട് ഗൗരി പൊട്ടിച്ചിരിച്ചു. ഈ അമ്മ എന്താ ഈ പറയുന്നത്? അയിത്തവും തീണ്ടലുമൊക്കെ പണ്ടല്ലായിരുന്നോ? ഇപ്പോൾ അതൊന്നും ഇല്ല. ഗൗരി മുത്തിയമ്മയോട് ചേർന്ന് നിന്നു. ആര് പറഞ്ഞു അയത്തില്ലാന്ന്? ഈ കോവിലകത്തെ സതിയമ്പ്രാട്ടിയും അപ്പുക്കുട്ടൻ തമ്പുരാനും പിന്നെ അവരുടെ മോളായ ലതികത്തമ്പുരാട്ടിയും അവരൊക്കെ അയത്തം നോക്കുന്നവരാ. ഞങ്ങൾ 24 അടി അകലത്തിൽ നിൽക്കണമെന്ന് അവര് പറയാറ്. ആണോ? അവരങ്ങനെ പറഞ്ഞോ മുത്തിയമ്മയോട്? അല്ലെങ്കിലും മനസ്സ് ദുഷിച്ചവരെ മുട്ടാതിരിക്കുന്നതാ നമുക്കും നല്ലത്. വൃദ്ധ ഗൗരി പറഞ്ഞത് കേട്ട് ഉച്ചത്തിൽ ചിരിച്ചു. ഒരു കുട്ടിയെപ്പോലെ നിഷ്കളങ്കമായിരുന്നു അവരുടെ ആ ചിരി. പിന്നീട് കൈതോല കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ തന്റെ വട്ടിയിലേക്ക് ചെറുപുണ്ണിയുടെ കായകൾ പെറുക്കിയിട്ടുകൊണ്ട് അവർ വീണ്ടും നിലത്ത് കുത്തിയിരുന്നു. വെള്ളി നൂലുകൾ പോലെയുള്ള അവരുടെ പഞ്ഞി തലമുടി നെറുകയിൽ പിണച്ചു കെട്ടിവെച്ചിരുന്നു. ഇതെന്തിനാ മുത്തിയമ്മേ ഈ വിത്തുകൾ പെറുക്കിക്കൊടുന്ന്? ഇതുകൊണ്ട് ഒരു തൈലമുണ്ടാക്കും. ചന്തയിൽ കൊണ്ട് വിറ്റാൽ ഇതിന് പകരമായി അരിയോ കാശോ തരും. മുത്തിയമ്മ ഇതൊക്കെ പെറുക്കി കഷ്ടപ്പെടേണ്ട. അരി വാങ്ങാനുള്ള കാശൊക്കെ ഞാൻ തരാം. ഗൗരി അത് പറഞ്ഞപ്പോൾ വൃദ്ധയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൾ അപ്പോൾ തന്നെ മുറിയിൽ പോയി തന്റെ പേഴ്സിൽ നിന്ന്
കുറച്ച് പണം എടുത്തുകൊണ്ടുവന്ന് അത് ആ വൃദ്ധയുടെ കൈകളിൽ ഏൽപ്പിച്ചു. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരിപ്പോൾ പറഞ്ഞു, മോൾ ഈ കോവിലകത്തെ ചെന്താമരയെ പോലെ തന്നെയാ. ആ കുട്ടിയും എല്ലാവരെയും ഇങ്ങനെ സഹായിക്കുമായിരുന്നു. മുത്തിയമ്മ കയ്യിലിരിക്കുന്ന വട്ടി താഴെ വെച്ചിട്ട് തണലിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് ഗൗരിയും അവരുടെ അരികിൽ ചെന്നിരുന്നു. മുത്തിയമ്മ ഈ ചെന്താമരയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? എത്രയോ തവണ ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചമ്പ്രാൻ വിശ്വനാഥൻ വേലി കഴിച്ചു കൊണ്ടുവന്ന തമിഴത്തിക്കുട്ടി. അതിന് എല്ലാവരോടും സ്നേഹമായിരുന്നു. വയറ്റിക്കണ്ണിയായിരുന്ന സമയത്താ അത് കിണറ്റിൽ വീണ് മരിച്ചത്. അക്കാര്യം പറഞ്ഞപ്പോൾ മുത്തിയമ്മ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു. എന്റെ കുട്ടി ഇവിടെയൊന്നും കറങ്ങി നടക്കണ്ട, വേഗം അകത്തേക്ക് പൊയ്ക്കോളൂ. ആഗ്രഹമൊന്നും പൂർത്തിയാകാതെ പടുമരണപ്പെട്ടവർ ഈ കോവിലകത്ത് ഒരുപാടുണ്ട്. അവരുടെയൊന്നും കണ്ണു തട്ടാതിരിക്കട്ടെ എന്റെ കുട്ടിക്ക്. ഗൗരി കൊടുത്ത പണം മടിശ്ശേരിയിലേക്ക് തിരികെ വെച്ചുകൊണ്ട് മുത്തിയമ്മ വട്ടിയുമെടുത്ത് മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നടന്നുപോയി. ഉച്ചയൂണ് കഴിഞ്ഞ് മയങ്ങാൻ കിടന്ന അപ്പുക്കുട്ടൻ നമ്പൂതിരി ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് കിടക്കയിൽ നിന്ന് ചാടി എണീറ്റത്. അയാളുടെ കഴുത്തിൽ എന്തോ കടിച്ചതുപോലെ തോന്നിയതിനാൽ അയാൾ കഴുത്ത് തടവിക്കൊണ്ട് ചാടിത്തുള്ളി. എന്താ മനുഷ്യ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? തന്റെ കഴുത്തിന്റെ പിൻഭാഗം തടവിക്കൊണ്ട് അയാൾ വേദന കടിച്ചുമർത്തി പറഞ്ഞു. എന്റെ കഴുത്തിൽ എന്തോ കടിച്ചു. എന്താ ഒരു വേദന, മരച്ചു കയറുന്നത് പോലെ. ഭർത്താവിന്റെ കഴുത്തിന് പിന്നിൽ ചോര പൊടിഞ്ഞു തുടങ്ങിയ 2 ചുവന്ന അടയാളങ്ങൾ കണ്ട് സതികല വെപ്രാളത്തോടെ ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞു. അപ്പോൾ പില്ലോയ്ക്ക് മുകളിലായി കണ്ട കരിന്തേല് വേഗത്തിൽ പില്ലോ കവറിലേക്ക് നിരച്ചു കയറിയതായി അപ്പുക്കുട്ടൻ കണ്ടു. കരിക്കട്ട പോലെ കറുത്ത ആ വലിയ തേലിന്റെ പുറത്ത് ചിലന്തി കുഞ്ഞുങ്ങൾ പോലെ ഒട്ടനവധി തേലിൻ കുഞ്ഞുങ്ങൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്താടി ഇത്? നീ വിരിപ്പൊന്നും കുടഞ്ഞു വൃത്തിയാക്കാറില്ലേ? വേദന കൊണ്ട് പുളഞ്ഞ അപ്പുക്കുട്ടൻ അടക്കാനാവാത്ത കലയിൽ ഭാര്യയുടെ കഴുത്തിന് പിടിച്ചമർത്തി. ഇരുവരുടെയും കരച്ചിലും ബഹളവും കേട്ട് അവരുടെ മക്കളായ ലതികയും രേവതിയും എവിടുന്നോ ഓടിക്കിതച്ച് ആ മുറിയിലെത്തി. എന്തിനാ നിങ്ങളിങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? ഈ മനുഷ്യനെ തേള് കുത്തിയെന്നാ പറയുന്നത്. പക്ഷെ ഞാനൊരു തേളിനെയും കണ്ടില്ല. നീ കണ്ടില്ലേ? വിഷമുള്ള ഇനമാ. ആ കരിന്തേലിന്റെ മുതുകിൽ നിറയെ തേളിൻ കുഞ്ഞുങ്ങൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. കരിക്കട്ട പോലെ കറുത്ത ഇത്രയും വലിയ കരിന്തേലിനെ കാണാതിരിക്കാൻ നിനക്കെന്താ തിമിരമാണോ? കലി കൊണ്ട് അപ്പുക്കുട്ടൻ നമ്പൂതിരി ഒരു വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളി. അത് ആ തലയിണക്കവറിനുള്ളിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടതാ. ലതികയും രേവതിയും ചേർന്ന് കിടക്കയും വിരിപ്പുമെല്ലാം തട്ടിക്കുടഞ്ഞു നോക്കി. പക്ഷേ അയാള് പറഞ്ഞതുപോലെയുള്ളൊരു കരിന്തേലിനെ 3 ആളും അവിടെ കണ്ടില്ല. പക്ഷേ അച്ഛന്റെ കഴുത്തിന് പിന്നിലെ ചുവന്ന പാടുകൾ മക്കളും ശ്രദ്ധിച്ചു. ഒടുവിൽ വേദന അകറ്റാൻ അയാൾ എന്തൊക്കെയോ നാട്ടുമരുന്നുകൾ പ്രയോഗിച്ചു. അന്ന് രാത്രിയിൽ തന്റെ ശരീരമാസകലം നിറയെ കരിന്തേളുകൾ നിരച്ചു നടക്കുന്നതായി തോന്നിയ അപ്പുക്കുട്ടൻ ഒരു നിലവിളിയോടെ ഉറക്കം വിട്ടെണീറ്റു. പക്ഷേ അതൊരു ദുസ്വപ്നമാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാത്തൊരാശ്വാസമുണ്ടായി. ആ രാത്രിയിൽ കിടക്കയിൽ മറിഞ്ഞും തിരിഞ്ഞും കിടന്നതല്ലാതെ അയാൾക്ക് ഉറക്കം വന്നതേയില്ല. പിറ്റേ ദിവസം വൈകിട്ട് ഗൗരി കാവിൽ വിളക്ക് തെളിയിക്കാനായി പോയി. അവളോടൊപ്പം രേവതി പോകാൻ ഒരുങ്ങിയെങ്കിലും ലതിക അതിന് സമ്മതിച്ചില്ല. സന്ധ്യ മയങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. വിളക്ക് തെളിച്ച് അവൾ അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയതും യക്ഷിത്തയുടെ അരികിൽ നിന്ന് ഈഴച്ചെമ്പകത്തിൽ നിന്ന് പൂക്കൾ എടുത്തുകൊണ്ട് ഒരു സ്ത്രീയും കുട്ടിയും നിൽക്കുന്നത് അവൾ കണ്ടു. വീതിയേറിയ സ്വർണ്ണ കസവുള്ള സെറ്റുമുണ്ടാണ് അവർ ധരിച്ചിരുന്നത്. കുളിപ്പിന്നൽ പിന്നിയിട്ട നീളൻ മുടി ചുമൽ മറച്ച് മുട്ടോളം നീണ്ടു കിടന്നിരുന്നു. ആ സ്ത്രീയുടെ തൊട്ടരികിൽ തന്നെ 5-6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും നിൽപ്പുണ്ടായിരുന്നു. തിളങ്ങുന്ന ഇളം നീല നിറമുള്ള നല്ല ഭംഗിയുള്ള ഒരു പട്ടുപാവാടയാണ് ആ കുട്ടി ഇട്ടിരുന്നത്. ഇരുവരും അവൾക്ക് പുറംതിരിഞ്ഞാണ് നിന്നിരുന്നത്. ഒന്ന് പരിചയപ്പെട്ട് കളയാമെന്ന ചിന്തയിൽ ഗൗരി അവളുടെ അരികിലേക്ക് ചെന്നു. അവൾ അടുത്തേക്ക് ചെന്നതും പൂക്കളെറുക്കുന്നത് നിർത്തി ആ സ്ത്രീ തിരിഞ്ഞു നോക്കി. അവരുടെ തൊട്ടരികിൽ നിന്ന് ആ പെൺകുട്ടി നാണത്തോടെ ആ സ്ത്രീയുടെ പിന്നിൽ ഒളിച്ചു. ഇടയ്ക്ക് തലനീട്ടി ആ കുട്ടി ഗൗരിയുടെ വീർത്ത വയറിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയുടെ വേളിയാണല്ലേ?
ഇന്നലെ നിങ്ങൾ കോവിലകത്തെത്തിയ വിവരം ഞാൻ അറിഞ്ഞു. ഗൗരി കണ്ണെടുക്കാതെ ആ സ്ത്രീയെ തന്നെ നോക്കി നിന്നുപോയി. പഴയ തമിഴ് സിനിമകളിലെ സുന്ദരിയായ നായികയെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു അവരുടെ ആ മുഖം. വെളുത്തു തുടുത്ത കവിളിലെ നുണക്കുഴികൾ ആരെയും ആകർഷിക്കുന്നതായിരുന്നു. യക്ഷിത്തറയ്ക്ക് മുന്നിൽ തെളിഞ്ഞു കത്തിയ വിളക്കിന്റെ വെട്ടത്തിൽ അവരുടെ ചുവന്ന മുക്കുത്തിക്കല്ല് ഒരു നക്ഷത്രം പോലെ വെട്ടിത്തിളങ്ങി. ആ സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് പഴയ തമിഴ് സിനിമയിലെ നായിക പത്മിനിയെ ഓർത്തു നിന്നുപോയ ഗൗരിക്ക് മറുപടി പറയാൻ അല്പനേരം വേണ്ടി വന്നു. അതെ, ഞാൻ ഉണ്ണികൃഷ്ണന്റെ വേളിയാ. ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ചുരുക്കം ചിലരെ അറിയൂ. അപ്പോഴേക്കും ആ സ്ത്രീയുടെ പിന്നിൽ മറഞ്ഞു നിന്ന പെൺകുട്ടി നാണത്തോടെ മെല്ലെ മുന്നിലേക്ക് വന്ന് അവരോട് ചേർന്നു നിന്നു. ആ സ്ത്രീയെപ്പോലെ തന്നെ ആ സുന്ദരിയായ പെൺകുട്ടിക്കും നീളമുള്ള ചുരുണ്ട മുടിയുണ്ടായിരുന്നു. അഴിച്ചലസമായിട്ട് ആ മുടിച്ചുരുൾ അവളുടെ അരയോളം എത്തി നിന്നു. തന്റെ കൈവിരലിൽ കടിച്ചുകൊണ്ട് ആ കുട്ടി ഗൗരിയുടെ മുഖത്തേക്ക് ഏറെ കണ്ടിട്ട് നോക്കി. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ. ഈ കാവിൽ മിക്കവാറും വരാറുണ്ട്. എന്താ മോളുടെ പേര്? ഗൗരി നാണത്തോടെ കുനിഞ്ഞു നിന്ന ആ കുട്ടിയുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് അവൾ ആ കുട്ടിയുടെ മുഖം വ്യക്തമായി കണ്ടത്. കഴിഞ്ഞ രാത്രിയിൽ താൻ ജനലിനരിയിൽ കണ്ട അതേ നീല കണ്ണുകളുള്ള കുട്ടി. ആ കുട്ടിയുടെ ദേഹത്ത് തൊട്ടപ്പോൾ തന്നെ അന്ന് രാത്രിയിൽ അനുഭവപ്പെട്ട ഒരു തരം തണുപ്പും ഷോക്കേറ്റതുപോലെയുള്ള ഒരു വിറവലും അവൾക്കപ്പോൾ ഉണ്ടായി. 1-2 നിമിഷം മാത്രമാണ് അവൾക്ക് അങ്ങനെയൊരു ഫീലിംഗ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഗൗരി തന്റെ കൈകൾ അറിയാതെ പിന്നിലേക്ക് വലിച്ചു. നീലിമ, പെൺകുട്ടി ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. പാതിരാത്രിയിൽ തന്റെ ജനലിനരികിൽ ആ കുട്ടിയെ കണ്ടു എന്ന് പറയാൻ ഗൗരിക്ക് ഒരു മടി തോന്നി. ഇത്രയും ചെറിയ കുട്ടി ഒറ്റയ്ക്ക് അസമയത്ത് എങ്ങനെയാ അവിടെ വരിക? ചിലപ്പോൾ തനിക്ക് തോന്നിയതാവും, അതല്ലെങ്കിൽ അതൊരു സ്വപ്നമാവാം. എന്നാലും ഇതേ മുഖം അതെങ്ങനെയാ കാണുക? ഗൗരി ആകെ ആശയക്കുഴപ്പത്തിലായി. എന്തായി ആലോചിക്കുന്നത്? ആ സ്ത്രീയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധം ഉണ്ടായത്. ഒന്നുമില്ല. ഈ കുട്ടിയെ എവിടെയോ കണ്ടതുപോലെ തോന്നി. അതെവിടെയായിരുന്നുവെന്ന് ഓർക്കുകയായിരുന്നു. ആ സമയം കൈവിരൽ കടിച്ചു നിന്ന ആ കുട്ടിയെ ആ സ്ത്രീ കൂർപ്പിച്ചൊന്ന് നോക്കി. പെൺകുട്ടി അപ്പോൾ തന്നെ കുപ്പിവളകൾ കിളുങ്ങുന്നത് പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാവിലെ നാഗക്കുളത്തിനരികിലേക്ക് ഓടിപ്പോയി. ചിത്രകൂടങ്ങൾക്ക് മുന്നിലെ വലിയ കൽവിളക്കിൽ തെളിഞ്ഞു നിന്ന ദീപനാളങ്ങളുടെ വെട്ടത്തിൽ കാവിലെ കാഴ്ചകളെല്ലാം തന്നെ കാണാമായിരുന്നു. കുളപ്പടവിൽ ഇരുന്നുകൊണ്ട് കാല് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ആ പെൺകുട്ടി ഓരോ കുസൃതികളൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോൾ അവൾ ആ കുളത്തിലേക്ക് വീണു പോകുമോ എന്ന് ഗൗരി ഭയന്നു. ഗൗരിയുടെ കണ്ണുകളിലെ പരിഭ്രമം മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം ആ സ്ത്രീ പറഞ്ഞു, ഈ കാവ് ഇവൾക്ക് ഇവളുടെ വീട് പോലെയാ. ഇവിടുത്തെ ഓരോ മുക്കും മൂലയും നീലിമയ്ക്ക് മനപ്പാടുമാ. ഇവിടെ അടുത്താണോ വീട്? ഗൗരിയുടെ ചോദ്യത്തിന് ആ സ്ത്രീ ഒന്ന് മൂളി. എന്താ പേര്? തെല്ലുനേരത്തേക്ക് ഇരുവർക്കുമിടയിൽ ഒരു നിശബ്ദത നിറഞ്ഞു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവർ പറഞ്ഞു, കമല. നേരം വല്ലാണ്ട് ഇരുട്ടിയിരിക്കുന്നു. ഇനിയും എന്നെ കണ്ടില്ലെങ്കിൽ ഉണ്ണിയേട്ടൻ വല്ലാണ്ട് വിഷമിക്കും. ഈ നേരത്ത് എന്നും ഇവിടെ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് നാളെ കാണാം. ഗൗരി അവരോട് വിട ചൊല്ലി കാവിന്ന് പുറത്തേക്ക് നടന്നു. ആ സമയം കാവിലെ മരങ്ങൾ ചുറ്റിപ്പിണഞ്ഞു കിടന്ന കാട്ടുവള്ളികൾക്കിടയിൽ നിന്ന് അവളൊരു സിൽക്കാര ശബ്ദം കേട്ടു. നടവഴിയുടെ അരികെ ചേർന്ന് തൂങ്ങി നിന്ന ആ കാട്ടുവള്ളികൾക്കിടയിൽ നിന്ന് പാമ്പ് ചീറ്റുന്ന ശബ്ദം കേട്ടപ്പോൾ ഗൗരി ഒന്ന് ഭയന്നു. അവൾ വേഗത്തിൽ തന്റെ കാലുകൾ പിന്നിലേക്ക് വലിച്ചു. പേടിക്കണ്ട, അതൊന്നും ചെയ്യില്ല. കാവിലേക്ക് വന്ന പുതിയ അതിഥിയെ കാണാൻ അത് വന്നതായിരിക്കും. പിന്നിൽ നിന്ന് കമല വിളിച്ചു പറഞ്ഞു. തന്റെ തൊട്ടരികിൽ തൂങ്ങി നിന്ന വള്ളിയിലൂടെ ഒരു നാഗം മരക്കൊമ്പിലേക്ക് ഇഴഞ്ഞു മാറുന്നത് ഗൗരി അപ്പോൾ കണ്ടു. തനിക്ക് മാർഗതടസ്സം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറിയ ആ നാഗത്തെ അവൾ ഭക്തിയോടെ നോക്കി. ഗൗരി കാവിൽ നിന്ന് നടന്നകന്നതും യക്ഷിത്തറക്കരികിലെ ഈരച്ചെമ്പകത്തിൽ നിന്ന് 2 നിശാചലഭങ്ങൾ നേരത്തെ ഇരുട്ടിലേക്ക് പറന്നുയർന്നു. അവളുടെ പിന്നാലെ തന്നെ കോവിലകത്തെ മതിൽക്കെട്ടിനുള്ളിലേക്ക് പറന്നു വന്ന ആ നീലയും വെള്ളയും നിറമുള്ള നിശാചലഭങ്ങളെ ഗൗരി ശ്രദ്ധിച്ചില്ല.
പൂമുഖത്ത് തൂക്കുവിളക്കുകളുടെ പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അത് എടുക്കുന്നത് വരേക്കും ഉമ്മറത്തെ ബൾബ് തെളിക്കാറില്ല. അതാണ് കോവിലകത്തെ ഒരു പതിവ്. കാവിൽ നിന്ന് തിടുക്കത്തിൽ മുറ്റത്തേക്കെത്തിയ ഗൗരി ഉമ്മറത്തെ ചവിട്ടുപടികൾ തട്ടി വീഴ്ച വീഴാൻ പോയതും ആ സമയം എവിടെയോ നിന്ന് പാഞ്ഞു വന്ന അപ്പുക്കുട്ടൻ നമ്പൂതിരി അവളെ കയറി പിടിച്ചു. ചവിട്ടുപടികളിൽ വെള്ളമുണ്ടായിരുന്നു. മുറ്റത്തെ പൈപ്പിൽ നിന്ന് കാല് കഴുകി തൊട്ടു മുമ്പേ അകത്തേക്ക് പോയത് അപ്പുക്കുട്ടൻ നമ്പൂതിരിയായിരുന്നു. കാവിലേക്ക് പോയ ഗൗരി തിടുക്കത്തിൽ തിരിച്ചു വരുന്നത് അയാൾ കണ്ടിരുന്നു. വീണ് കിട്ടിയ അവസരം പാഴാക്കാതെ നയത്തിൽ പെരുമാറാൻ അയാൾക്ക് പണ്ടേ നല്ല മിടുക്കാണ്. ഗൗരി അയാളുടെ കൈകളിൽ നിന്ന് കുതറി മാറി. എന്താ കുട്ടി ഇത്? ഈ സമയത്ത് ഇങ്ങനെ ചാടിത്തുള്ളി നടക്കാമോ? ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. ചവിട്ടുപടിയിൽ തട്ടി വീഴാൻ പോയ ഗൗരി തൊട്ടടുത്തുള്ള തൂണിൽ കയറി പിടിച്ചതാണ്. അപ്പോഴാണ് അവിടേക്ക് പാഞ്ഞു വന്ന അപ്പുക്കുട്ടൻ നമ്പൂതിരി അവളെ കയറി വട്ടം പിടിച്ചത്. എന്തായാലും വീഴാൻ പോയ തന്നെ താങ്ങി പിടിച്ചതല്ലേ എന്നോർത്ത് ഗൗരി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. അന്ന് രാത്രിയിൽ അപ്പുക്കുട്ടൻ നമ്പൂതിരിക്ക് ഉറക്കം വന്നില്ല. അയാൾ പല ആവർത്തി ഗൗരി തന്റെ മേലേക്ക് വന്നു വീണ ആ നിമിഷങ്ങളെപ്പറ്റി ഓർത്തു. ഇപ്പോഴും അവളുടെ ശരീരത്തിലെ സുഗന്ധം അത് തന്റെ മേത്തു നിന്ന് മാറിയിട്ടില്ല. വൈകിട്ട് മേലെ കിഴുന്ന ശീലമുള്ള നമ്പൂതിരി അന്നത്തെ പതിവ് തെറ്റിച്ചു. കട്ടിലിന്റെ ഓരത്തായി കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന ഭാര്യ സതികലയെ അയാൾ വെറുപ്പോടെ നോക്കി. ഗൗരിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അപ്പുക്കുട്ടൻ നമ്പൂതിരി കണ്ണടച്ചങ്ങനെ കിടന്നു. പുറത്ത് ഇരുട്ട് കനത്തു. കോലായിലെ തൂക്കുവിളക്കുകൾ കരിന്തിരി കത്തി അണഞ്ഞു. കിടപ്പറയിൽ തലം കെട്ടി നിന്ന തണുപ്പിലും നമ്പൂതിരിയുടെ നെറ്റിത്തടത്തിൽ നിന്ന് വീർപ്പുതുള്ളികൾ ഒലിച്ചിറങ്ങി. അയാളുടെ സ്വപ്നത്തിൽ ഗൗരിയുടെ അഴകാർന്ന രൂപം തെളിഞ്ഞു വന്നു. വെണ്ണക്ക ശില്പം പോലെ തോന്നിച്ച അവളുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് കിടന്ന സ്വർണ്ണക്കരയുള്ള വെളുത്ത സാരി നിലാവിൽ തിളങ്ങി. അവളുടെ ഓരോ ചുവടുവയ്പിലും വെള്ളിക്കുളിസുകൾ കിളിങ്ങി. ഗൗരിയുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കുന്തോറും ഇരുട്ടു നിറഞ്ഞ കയത്തിലേക്ക് താൻ ആണ്ടു പോകുന്നത് പോലെ അപ്പുക്കുട്ടൻ നമ്പൂതിരിക്ക് തോന്നി. അയാൾ അവളുടെ അരയിലേക്ക് നടന്നെടുത്തു. പക്ഷേ ഗൗരിയുടെ കൈകൾ പിടിക്കാൻ ഭാവിച്ചതും അന്തരീക്ഷത്തിന് ആകെ ഒരു മാറ്റമുണ്ടായി. നിലാവ് മങ്ങി. ഇരുട്ടിന് കനം വെച്ചു. തന്റെ തൊട്ടു മുന്നിൽ നിന്ന് ഗൗരിയുടെ മുഖത്തെ മാറ്റം കണ്ട് അപ്പുക്കുട്ടൻ നമ്പൂതിരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അവളുടെ കണ്ണുകളുടെ നിറം ചോര ചുവപ്പായി മാറിയിരിക്കുന്നു. ചുണ്ടുകളിൽ ഒളിപ്പിച്ച ചിരിയിൽ ക്രോധം നിഴലിച്ചു. ഗൗരിയുടെ തൊട്ടു പിന്നിലായി ഒരു നിഴലനക്കമുണ്ടായത് നമ്പൂതിരി ശ്രദ്ധിച്ചു. മങ്ങിയ നിലാവിന്റെ നിറമുള്ള ഒരു സ്ത്രീരൂപം. അഴിഞ്ഞുലഞ്ഞ മുടിയുള്ള ആ നിഴൽ രൂപത്തിന്റെ പാദങ്ങൾ നിലത്ത് തൊട്ടിരുന്നില്ല. കനൽക്കട്ട പോലെ തിളങ്ങിയ ആ രൂപത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ നമ്പൂതിരിക്ക് കഴിഞ്ഞില്ല. ചോരച്ച ചുണ്ടുകൾക്കിടയിൽ കണ്ട അവളുടെ കോമ്പലുകൾ കണ്ട് അപ്പുക്കുട്ടൻ നമ്പൂതിരിയുടെ ശരീരം ഒരു പൂക്കുല പോലെ വിറച്ചു. അനങ്ങാനാവാതെ നിന്ന അയാളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒരു ചതുപ്പായി മാറിയതുപോലെ അയാൾക്ക് തോന്നി. ചുറ്റുപാടും തഴച്ച് വളർന്നു കിടന്ന കാട്ടുവള്ളികൾ വിഷപ്പാമ്പുകളെപ്പോലെ നമ്പൂതിരിയുടെ കാലുകളെ ചുറ്റി വരിഞ്ഞ് മെല്ലെ മെല്ലെ അയാളെ ആ ചതുപ്പിലേക്ക് താഴ്ത്തിക്കൊണ്ടിരുന്നു. ആഞ്ഞടിച്ച കാറ്റിന്റെ ഇരമ്പം ഒരു സ്ത്രീയുടെ വേദന നിറഞ്ഞ നിലവിളിയായി അയാളുടെ ചെവികളിലേക്ക് തുളച്ചു കയറി. അവളെ ഒരിക്കലും നിനക്ക് സ്വന്തമാക്കാനാവില്ല. ഇരുട്ടിൽ മുഴങ്ങിക്കേട്ട ആ ശബ്ദം കേട്ട് അപ്പുക്കുട്ടൻ നമ്പൂതിരി കിടക്കയിൽ നിന്ന് കിതച്ചുകൊണ്ട് ചാടി എണീറ്റു. ഉറക്കെ കരയാനായി അയാൾ ശ്രമിച്ചെങ്കിലും നാവ് പൊന്തിക്കാൻ അയാൾക്കായില്ല. ഇട്ടിരുന്ന അരക്കയ്യൻ ബനിയൻ വിയർപ്പിൽ നനഞ്ഞ് ദേഹത്തോടൊട്ടി. ആ സമയം പുറത്ത് കാവിലേതോ മരത്തിലിരുന്ന് ഒരു കൂമൻ ഇടതടവില്ലാതെ കൂക്കി വിളിച്ചു. ഉയർന്ന നെഞ്ചടിപ്പൊന്ന് ശാന്തമാകാൻ നമ്പൂതിരി നെഞ്ചു തിരുമ്മിക്കൊണ്ട് സ്വയം പറഞ്ഞു, ഒക്കെയും ദുസ്വപ്നങ്ങളാ, ഒന്നുമില്ല, ഒന്നും. പക്ഷേ മുറിയിൽ കണ്ട ചില കാഴ്ചകൾ അയാളിൽ സന്ദേഹം ജനിപ്പിച്ചു. തന്റെ കൈകാലുകൾ കണ്ട നനവാർന്ന ചെളി, കിടക്കവിരിപ്പിലും നിലത്തും അപ്പോഴാരോ ചവച്ചു തുപ്പിയതുപോലുള്ള മുറുക്കാൻ തുപ്പൽ കണ്ട് ഭയന്ന് അയാൾ മുറി ആകെ നോക്കി. ആ സമയം മുറിയിലെ തടിയലമാരുടെ നീളൻ ചില്ലുകണ്ണാടിയിൽ പതിഞ്ഞ നമ്പൂതിരിയുടെ രൂപത്തിന് പിന്നിലായി ചോരച്ച നാവ് പുറത്തേക്ക് നീട്ടി വിളറി വെളുത്ത കണ്ണുകളുള്ള ആ സ്ത്രീയെ ഒരു സെക്കൻഡ് നേരത്തേക്ക് അയാൾ വീണ്ടും കണ്ടു. അയാളുടെ കർണം തുളയ്ക്കുന്ന അട്ടഹാസം ആ മുറിയിൽ മുഴങ്ങിക്കേട്ടതും അപ്പുക്കുട്ടൻ നമ്പൂതിരി ആലാമുറ ഇട്ടുകൊണ്ട് കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു.
ഭർത്താവിന്റെ അലർച്ച കേട്ട് ഉറങ്ങിക്കിടന്ന അയാളുടെ ഭാര്യ സതികല അഴിഞ്ഞുലഞ്ഞ മുടി വാരി കെട്ടിക്കൊണ്ട് എണീറ്റിരുന്നു. എന്താ മനുഷ്യ, എന്തിനാ ഈ പാതിരാത്രിയിൽ ആളെ പേടിപ്പിക്കാനായി ഇങ്ങനെ കിടന്ന് തൊള്ളയിടുന്നത്? യക്ഷി, ഞാൻ യക്ഷിയെ കണ്ടടി. അപ്പുക്കുട്ടൻ നമ്പൂതിരി ഒരു ഭ്രാന്തനെ പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞത് കേട്ട് സതികല അയാളെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തോ ദുസ്വപ്നം കണ്ടതിന് ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കണോ? ഉറങ്ങണവർ ഉറങ്ങട്ടെ. അവർ കോട്ടുവായിട്ടുകൊണ്ട് വീണ്ടും കിടക്കയിലേക്ക് ചാഞ്ഞു. എടി, ഞാൻ പറഞ്ഞത് സത്യമാ. ആ വിശ്വനാഥന്റെ കിണറ്റിൽ വീണ് ചത്ത ഭാര്യ, ആ തമിഴത്തിയെ ഈ മുറിയില ഞാൻ കണ്ടതാ. ഗർഭിണിയായിരുന്നപ്പോഴല്ലേ അവൾ കിണറ്റിൽ വീണ് ചത്തത്. അവളുടെ ഗതി കിട്ടാത്ത ആത്മാവിനെ ആവാഹിച്ച് യക്ഷിയമ്മയായി കാവിൽ കുടിയിരുത്തിയെന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഞാനവളെ ദാ ഇവിടെ കണ്ടു. ദേ നോക്ക്, ഈ കിടക്കവിരിപ്പിലും തറയിലും മുറുക്കാൻതുപ്പൽ കണ്ടില്ലേ നീ? ഒരു ചതുപ്പിലേക്ക് അവൾ എന്നെ വലിച്ചു താഴ്ത്തുകയായിരുന്നു. സതി, ഒന്ന് എണീറ്റേ. ദേ നോക്ക്, എന്റെ കൈകാലുകളിൽ ചെളി പുരണ്ടിരിക്കുന്നു. കിടക്കയിലേക്ക് ചാഞ്ഞ സതികല വീണ്ടും ഉറക്കച്ചടവോടെ തല ചൊറിഞ്ഞുകൊണ്ട് എണീറ്റു. എവിടെയാ മുറുക്കാൻതുപ്പൽ? ആരാ മുറുക്കി തുപ്പിയത്? ദേ ആ തറയിലേക്ക് നോക്ക്. എന്റെ ചെളിപുരുണ്ട കൈകാലുകൾ കണ്ടോ? അവർ തന്റെ ഭർത്താവിനെ തുറച്ചു നോക്കി. നിങ്ങൾ എന്ത് ഭ്രാന്താണ് മനുഷ്യയെ വിളിച്ചു പറയുന്നത്? നിങ്ങളുടെ കയ്യിലും കാലിലും എവിടെയാ ചെളി? തറയിലെങ്ങും ആരും മുറുക്കി തുപ്പിയിട്ടില്ല. പിച്ചും പേയും പറയാതെ മാറിക്കിടന്നുറങ്ങാൻ നോക്ക്. ടേബിൾ ലാമ്പിന് പുറമെ മുറിയിലെ ട്യൂബ്ലൈറ്റ് കൂടി തെളിച്ചതിന് ശേഷം അപ്പുക്കുട്ടൻ നമ്പൂതിരി ആ മുറിയാകെ നോക്കി. തന്റെ കൈകാലുകളിലേക്കും അയാൾ മാറി മാറി നോക്കി. സതികല പറഞ്ഞത് സത്യമായിരുന്നു. എല്ലാം പഴയതുപോലെ തന്നെ. താൻ കണ്ടത് ഒരു ദുസ്വപ്നമായിരുന്നു എന്ന് വിശ്വസിക്കാൻ അയാൾക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ട്യൂബ്ലൈറ്റ് അണച്ചതും മുറിയിലെ 0 വാട്ട് ബൾബിന്റെ പ്രകാശത്തിൽ ഒരു വെളുത്ത നിശാശലഭം മുറിയിൽ പറന്നു നടക്കുന്നത് നമ്പൂതിരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തെല്ല് കഴിഞ്ഞപ്പോൾ വെന്റിലേഷനിലൂടെ അത് പുറത്തേക്ക് പറന്നു പോവുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഗൗരി കുളിക്കടവിലെ പടവുകളിലൊന്നിൽ ഇരിക്കുകയായിരുന്നു. കുളത്തിൽ നീന്തിക്കൊണ്ടിരുന്ന രേവതിയോട് സംസാരിക്കുന്നതിനിടയിലാണ് ലതിക അവിടേക്ക് വന്നത്. ഉണ്ണികൃഷ്ണൻ വരുന്നതിന് മുമ്പ് വരെ കാവുമ്പാട്ടെ കോവിലകം അവർക്ക് സ്വന്തം വീട് പോലെയായിരുന്നു. അവസാന സമയത്ത് വിശ്വനാഥൻ നമ്പൂതിരി അവന്റെ പേരിൽ ആ വീട് എഴുതി വെച്ച് ബുദ്ധിമോശം കാണിച്ചെങ്കിലും ഉണ്ണി ഒരിക്കലും കാവുമ്പാട്ടേക്ക് തിരിച്ചു വരുമെന്ന് അവളും അച്ഛനും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വിശ്വനാഥൻ നമ്പൂതിരിയും രാജേശ്വരിയമ്മയും മാത്രമാണ് ഉണ്ണിയോടും അവന്റെ അമ്മയോടും സ്നേഹം കാട്ടിയിരുന്നത്. ഇളയച്ചന്റെ മരണശേഷം കോവിലകത്തെ പൊറുതി മടുത്താണ് അമ്മയും മകനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത്രയ്ക്കും കഷ്ടപ്പാടുകളാണ് ഉണ്ണികൃഷ്ണനും അവന്റെ അമ്മ സേതുലക്ഷ്മിക്കും ഈ കോവിലകത്ത് കിടന്ന് അനുഭവിക്കും. എന്നിട്ടും അവൻ തിരിച്ചു വന്നിരിക്കുന്നു. അവന്റെ ആ തിരിച്ചുവരവ് അപ്പുക്കുട്ടനും ലതികയ്ക്കും ഒട്ടും ഇഷ്ടമായില്ല. കുളത്തിന്റെ കൽപ്പടവിൽ പുറംതിരിഞ്ഞിരിക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ പിന്നിൽ നിന്ന് അവളെ ചവിട്ടി വെള്ളത്തിലേക്കിടാനാണ് ലതികയ്ക്ക് തോന്നിയത്. ഒരുപക്ഷെ രേവതി ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവൾ അതിന് ശ്രമിക്കുമായിരുന്നു. കുളിക്കാനെന്ന് പറഞ്ഞ് നീ ഇവിടേക്ക് പോന്നിട്ട് മണിക്കൂർ 2 കഴിഞ്ഞല്ലോ. പോത്തിനെ പോലെ കുളത്തിൽ കിടന്ന് നീ കുത്തിമറിയുക. ഒന്ന് വേഗം കയറിപ്പോണുണ്ടോ? ലതിക അനിയത്തിയുടെ നേരെ ചീറി. അതിന് രേവതി വന്നിട്ട് അധിക സമയമായില്ലല്ലോ. ഏറിയാൽ ഒരു 5 മിനിറ്റ്, അത്രേ ആയുള്ളൂ ലതികെ. കൊച്ചമ്പ്രാട്ടിയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. പറഞ്ഞത് അത്രയും എന്റെ അനിയത്തിയോടാ. ലതികയുടെ സംസാരത്തിലെ പരിഹാസം ഗൗരിക്ക് മനസ്സിലായെങ്കിലും അവൾ പ്രത്യേകിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല. ലതിക ബഹളം വെച്ച് തുടങ്ങിയപ്പോൾ രേവതി വേഗം കുളത്തിൽ നിന്ന് കരയിലേക്ക് കയറി. നമുക്ക് പിന്നെ കാണാമെന്ന ആംഗ്യം കാട്ടിക്കൊണ്ട് അവൾ പടവുകൾ കയറിപ്പോയി. രേവതി പോയതിന് പിന്നാലെ തന്നെ ഗൗരിയും അവിടെ നിന്ന് എണീറ്റ് തൊടിയിലേക്ക് നടന്നു. വെയിലും മങ്ങിയിരുന്നില്ല. മുളം കമ്പുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചാരുബെഞ്ചിൽ കമലയെ കണ്ടപ്പോൾ ഗൗരിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. മണ്ണിൽ കളിക്കുന്ന നീലിമയെ നോക്കിക്കൊണ്ട് ഗൗരി കമലയ്ക്കരികിൽ ചെന്നിരുന്നു. കമലയുടെ സ്നേഹം നിറഞ്ഞ സംസാരവും അവരുടെ സാമീപ്യവും അവൾക്ക് ഏറെ ഇഷ്ടമായി. സംസാരത്തിനിടയിലും ഗൗരിയുടെ നോട്ടം നീലിമയിലേക്കായിരുന്നു. തൊടിയിലെ ചെളിമണ്ണിൽ കളിച്ചിട്ടും അവൾ ഇട്ടിരുന്ന തുണിയിൽ അഴുക്കിന്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു. മാത്രവുമല്ല, നീലിമയുടെ കൈകാലുകളിൽ പോലും നനഞ്ഞ മണ്ണ് പറ്റിപ്പിടിച്ചിരുന്നില്ല. ഗൗരിക്ക് അത് കണ്ട് ഏറെ ആശ്ചര്യമുണ്ടായി. അതിനുശേഷവും അവളെ അത്ഭുതപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമായ പല കാഴ്ചകളും ഗൗരി കണ്ടു. ആ കാഴ്ചകൾ അവളുടെ മനസ്സിൽ സംശയങ്ങൾ നിറച്ചു. എല്ലാ വൈകുന്നേരങ്ങളിലും
ഗൗരി കാവിൽ ചെല്ലുമ്പോൾ കമലയും നീലിമയും അവിടെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ അവർ എവിടെ നിന്നാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നതെന്നും അവൾക്ക് അറിയുമായിരുന്നില്ല. കാവിനടുത്താണ് അവർ താമസിക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവരുടെ വീട് ഗൗരി ഒരിക്കൽ പോലും കണ്ടിരുന്നില്ല. എല്ലായ്പ്പോഴും അവർ ഗൗരിയോട് സ്നേഹത്തോടെ സംസാരിക്കും, ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോലെ പെരുമാറും. പക്ഷേ മറ്റാരോടും അവർ സംസാരിക്കുന്നത് ഇതുവരെ ഗൗരി കണ്ടിരുന്നില്ല. അവരെപ്പറ്റി ആരുമൊന്നും പറയുന്നതും അവൾ കേട്ടിരുന്നില്ല. ചെറിയ ചെറിയ സംശയങ്ങൾ മനസ്സിൽ തലപൊക്കി തുടങ്ങിയപ്പോഴേ ഗൗരി തന്റെ പുതിയ സുഹൃത്തുക്കളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഉച്ചയൂണ് കഴിഞ്ഞ നേരത്ത് ലതിക വടക്കേ കോലായിൽ ഇരുന്നു കൊണ്ട് ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് നടുമുറ്റത്ത് നിന്ന് ഉണ്ണിയുടെയും ഗൗരിയുടെയും പൊട്ടിച്ചിരിയും സംസാരവും കേട്ടത്. അവരുടെ ആ ചിരി ലതികയുടെ ഉള്ളം പൊള്ളിച്ചു. ഭർത്താവിനെ പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്ന അവൾക്ക് അവരുടെ സന്തോഷകരമായ ജീവിതം കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ വീട്ടിൽ ആരോടെങ്കിലും അവരെപ്പറ്റി രണ്ട് കുറ്റം പറയണമെങ്കിൽ അത് കേട്ടു നിൽക്കാനുള്ള മനസ്സ് അച്ഛനേയുള്ളൂ. അവൾ തിരിഞ്ഞ് അപ്പുക്കുട്ടൻ നമ്പൂതിരിയുടെ അരികിലേക്ക് ചെന്നു. അയാൾ പത്തായപ്പുരുടെ മുറ്റത്തിരുന്ന് ആരും കാണാതെ തന്റെ സുഹൃത്ത് സമ്മാനിച്ച ഫോറിൻ മദ്യത്തിന്റെ ഓരോ സിപ്പും ആസ്വദിച്ചകത്താക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടേക്ക് വന്ന മകളെ കണ്ട് അയാൾ ആകെ വല്ലാണ്ടായി. തിടുക്കത്തിൽ തന്റെ മുന്നിലിരുന്ന മദ്യക്കുപ്പിയും ഗ്ലാസും തൂണിന് മറയിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് എന്തോ ചിന്തിക്കുന്നത് പോലെ ഇരുന്നു. അച്ഛാ, അവർക്കിവിടെ ഒന്നിനും ഒരു കുറവുമില്ല. രണ്ടാളും വലിയ സന്തോഷത്തിലാണ്. ഇനി ഉണ്ണിയും അവന്റെ ഭാര്യയും ഒരിക്കലും ഇവിടം വിട്ടു പോകില്ലെന്നാ എനിക്ക് തോന്നുന്നത്, ലതിക അമർഷത്തോടെ പറഞ്ഞു. താൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരാളെ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ അപ്പുക്കുട്ടൻ നമ്പൂതിരി തന്റെ മകളോട് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അവനെ, ആ ഉണ്ണിയെ എന്നേക്കുമായി ഇവിടെ നിന്ന് ഓടിച്ചാൽ നമ്മൾ താമസിക്കുന്ന ഈ കൊട്ടാരം പോലെയുള്ള കോവിലകം അത് നമ്മുടേതാകും. പിന്നെ അവന്റെ ഭാര്യ, അവൾ. അപ്പുക്കുട്ടൻ നമ്പൂതിരി പറയാൻ വന്ന കാര്യം അത് അയാൾ തൽക്കാലം മനസ്സിലൊതുക്കി. അന്ന് രാത്രി അച്ഛനും മകളും നീണ്ട ചർച്ചയിൽ ഏർപ്പെട്ടു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ലതിക പതിവില്ലാതെ അടുക്കളയിൽ കയറി. രാജേശ്വരി അമ്മയുടെ കണ്ണൊന്ന് തെറ്റിയ നിമിഷം ഇരുവരും കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞുറപ്പിച്ച പ്ലാൻ അനുസരിച്ച് ചില ഒരുക്കങ്ങൾ അവിടെ നടത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് ഹാളിൽ വന്നിരുന്ന ഉണ്ണിയുടെ അരികിലേക്ക് അവന് കഴിക്കാനുള്ള ആഹാരവുമായി ചെന്നത് ലതികയായിരുന്നു. ആ സമയം മച്ചിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരു നിശാശലഭത്തെ വയറ്റിലാക്കാൻ പാഞ്ഞു ചെന്ന പല്ലി പിടുത്തം വിട്ട് ലതികയുടെ കയ്യിലിരുന്ന കറിപ്പാത്രത്തിലേക്ക് വീണു. കറിയിൽ വീണ പല്ലി ക്ഷണം നേരം കൊണ്ട് ലതികയുടെ ദേഹത്തേക്ക് നിരച്ചു കയറി. ഒരലർച്ചയോടെ അവൾ തന്റെ കയ്യിലിരുന്ന പാത്രം താഴെയിട്ടു. കറിയിൽ പല്ലി വീണത് ആഹാരം കഴിക്കാനേ വന്നിരുന്ന ഉണ്ണിയും ഗൗരിയും കാണുകയും ചെയ്തു. ഒന്ന് രുചിച്ചാൽ മരണം ഉറപ്പാക്കുന്ന കൊടും വിഷം ലതിക ആ പാത്രത്തിലെ കറിയിൽ ചേർത്തിരുന്നു. ഒരിക്കലും പിടിക്കപ്പെടാത്ത വിധം അച്ഛനും മകളും ചേർന്ന് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് ആ പ്ലാനുകളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. മച്ചിലിരുന്ന വെളുത്ത നിശാചലഭം ഉണ്ണിയുടെയും ഗൗരിയുടെയും തലക്കമീതെ വട്ടം ചുറ്റി പറന്നുകൊണ്ട് അത് മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അടുത്ത ദിവസം അതിരാവിലെ ഉറക്കമുണർന്ന ഗൗരിക്ക് മുറിയിലാകെ വല്ലാത്തൊരു സുഗന്ധം അനുഭവപ്പെട്ടു. ആരെയും ആകർഷിക്കുന്ന ഒരു തരം മാസ്മരിക സുഗന്ധം. ആ പരിമളം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ അവൾ മുറിയിലെ വലിയ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. നിലാവ് മാറിയിരുന്നില്ല. പുറത്തെ കാഴ്ചകളെല്ലാം തന്നെ ആ നിലാവെളിച്ചത്തിൽ അവൾക്ക് കാണാമായിരുന്നു. ജനൽ തുറന്നപ്പോഴേ കുളിർക്കാറ്റിനോടൊപ്പം തന്നെ ആ സുഗന്ധം അവളെ പൊതിഞ്ഞു. കാവിലെ ഏഴിലമ്പാല പൂത്തിരിക്കുന്നു. പാലപ്പൂക്കളുടെ സുഗന്ധത്തെപ്പറ്റി ഗൗരിക്ക് വായിച്ചറിവേ ഉള്ളൂ. ഇതാദ്യമായിട്ടാണ് അവയുടെ ആ വശ്യഗന്ധം നേരിട്ട് അനുഭവിക്കുന്നത്. മുറിയിലെ ജനലിലൂടെ നോക്കിയാൽ പാലമരത്തിന്റെ തലപ്പ് മാത്രമേ കാണാൻ കഴിയൂ. ഇടയ്ക്കുള്ള അരമതിൽ കാരണം അതിനപ്പുറമുള്ള കാഴ്ചകളൊന്നും കാണാനാവുന്നില്ല. ഗൗരി സമയം നോക്കി. മണി 4 ആവുന്നതേയുള്ളൂ. അടുക്കളയിൽ നിന്ന് പാത്രത്തിന്റെ കലമ്പൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അടുക്കളയിൽ രാജശ്രീ അമ്മയോ സതി ആന്റിയോ ആയിരിക്കാം. അവർക്കാണ് വെട്ടം വീഴും മുമ്പേ കുളിച്ച് അടുക്കളയിൽ കയറുന്ന പതിവുള്ളത്. വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് പോകാൻ ഭാവിച്ചതും രാജേശ്വരി അമ്മ ഒരു ഫ്ലാസ്കിൽ ചായയുമായി അവിടേക്ക് വന്നു. മുറിയിലെ ലൈറ്റ് കണ്ടപ്പോഴേ തോന്നി മോൾ എഴുന്നേറ്റ് കാണുമെന്ന്.
വയ്യായിക എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. ഈ കോവിലകത്ത് ഒരു കുഞ്ഞ് ഓടിക്കളിച്ച് കാണാൻ എനിക്ക് എത്ര ആഗ്രഹമുണ്ടെന്നോ. അതിനെ ലാളിക്കാനും കൊഞ്ചിക്കാനും എനിക്ക് കൊതിയാവുകയാ. നേരം പുലരുന്നതേയുള്ളൂ. മോള് പോയി കിടന്നു. രാജേശ്വരി അമ്മ എന്തൊക്കെയോ ഓർമ്മകൾ മുഴുകി വീണ്ടും അടുക്കളയിലേക്ക് നടന്നു. അപ്പുക്കുട്ടൻ നമ്പൂതിരിയുടെ അച്ഛന്റെ ഏറ്റവും ഇളയ സഹോദരിയാണ് ഈ രാജേശ്വരി അമ്മ. അവർക്ക് ചുഴലിദീനം ഉണ്ടായിരുന്നതുകൊണ്ട് ആരും അവരെ വിവാഹം കഴിക്കാനും താല്പര്യം കാണിച്ചില്ല. ബന്ധുക്കളാരും അതിനൊട്ട് ശ്രമിച്ചതുമില്ല. അതിലൊന്നും ആരോടും ഒരു പരാതിയും പറയാതെ രാജേശ്വരി അമ്മ ഈ കോവിലകത്ത് തന്നെ നിന്നു. ഇപ്പോൾ പ്രായം ഏതാണ്ട് 60 കഴിഞ്ഞിരിക്കുന്നു. ഒരു കപ്പിൽ ചായ പകർന്നുകൊണ്ട് ഗൗരി പുറത്തേക്കിറങ്ങി. അരമതിലിനരികിലെ ഗേറ്റിൽ നിന്ന് അവൾ കാവിലേക്ക് നോക്കി. ചിത്രകൂടങ്ങൾക്കരികിലെ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നത് മരങ്ങൾക്കിടയിലൂടെ കണ്ടതും ഇത്ര പുലർച്ചെ ആരാണ് കാവിൽ വിളക്ക് കൊളുത്തിയതെന്ന് അറിയാൻ ഗൗരി അല്പം കൂടി മുമ്പോട്ട് നടന്നു. നാഗക്കുളത്തിനരികിലെ പാലമര ചുവട്ടിൽ ആ അമ്മയും മകളും നിൽക്കുന്നു. നിലാവിന്റെ വെളിച്ചം പോലെ അവരുടെ ശരീരം ശോഭിക്കുന്നതായി അവൾക്ക് തോന്നി. പരിഭ്രമിച്ച് പിന്നോട്ട് മാറിയ ഗൗരി കണ്ണടച്ചു തുറന്നപ്പോഴേക്കും ആ കാഴ്ച അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നീട് പൂത്തു നിൽക്കുന്ന ഏഴിലമ്പാലയ്ക്ക് ചുറ്റിനും വീണുവെളുത്ത ശലഭങ്ങൾ പാറി നടക്കുന്നതാണ് അവൾ കണ്ടത്. ആ വിചിത്രമായ കാഴ്ച അവളുടെ മനസ്സിൽ മായാതങ്ങനെ കിടന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആ കാഴ്ച അത് തന്റെ ഒരു തോന്നലാണെന്ന് ആശ്വസിച്ചിരിക്കെ ഗൗരി മറ്റൊരു സംഭവത്തിനു കൂടി സാക്ഷിയായി. ഒരു തവണ കോവിലകത്തെ കുളക്കടവിനരികിൽ നിന്നപ്പോൾ പടവുകളിൽ ഓടിക്കളിക്കുന്ന നീലിമയെ കാണാനിടയായി. ആ കുട്ടിയുടെ അമ്മ അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ഇഴുക്കൽ നിറഞ്ഞ പടവിൽ നിന്ന് കാൽ വഴുതി അവൾ കുളത്തിൽ വീണാലോ എന്ന് ഭയന്ന് ഗൗരി അവിടേക്ക് ചെന്നതും നീലിമ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ നോക്കി നിൽക്കെ ജലപ്പരപ്പിന് മുകളിലൂടെ നടന്നു നീങ്ങിയ കുട്ടി ഒരു സ്വപ്നം കണക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇത്തവണ ഗൗരി ശരിക്കും ഭയന്നുപോയി. സംശയങ്ങൾ അങ്ങനെ മനസ്സിൽ പെരുകി വന്നപ്പോൾ ഒരു ദിവസം അവൾ ഉണ്ണിയോട് ചോദിച്ചു, നമ്മുടെ കാവിനടുത്ത് താമസിക്കുന്ന കമല എന്നൊരു സ്ത്രീയെയും അവരുടെ മോളെയും ഉണ്ണിയേട്ടൻ കണ്ടിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ നെറ്റി ചുളിച്ചു. അങ്ങനെ ഒരു അമ്മയെയും മകളെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നീ പറയുന്നത് പോലെ കാവിനടുത്തെങ്ങും ആരും താമസിക്കുന്നില്ലല്ലോ. ഉണ്ണിയിൽ നിന്ന് മതിയായ ഒരു മറുപടി ലഭിക്കാഞ്ഞതിനാൽ അവൾ രേവതിയോടും ഇക്കാര്യത്തെപ്പറ്റി ചോദിച്ചു. ഞാനവരെ പലതവണ കണ്ടു രേവതി. നിങ്ങൾക്കാർക്കും അവരെ പരിചയമില്ലേ? പരിചയം പോയിട്ട് ഞങ്ങൾ ആരും ചേച്ചി പറയുന്നത് പോലത്തെ ഒരമ്മയെയും മകളെയും കണ്ടിട്ടില്ല. മാത്രവുമല്ല, കാവിനപ്പുറം വലിയ കാടും മലയുമാ. അവിടെ ആര് താമസിക്കാനാ? എന്റെ അറിവിൽ ആ ഭാഗത്തെങ്ങും ഒരു വീട് പോലുമില്ല. ഗൗരിയേച്ചി കണ്ടത് മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് വന്നവരെ ആയിരിക്കാം. ഗൗരി വല്ലാത്തൊരാശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു. തനിക്ക് മാത്രം പരിചയമുള്ള, താൻ മാത്രം കണ്ടിട്ടുള്ള ആ അമ്മയെയും മകളെയും കുറിച്ച് അവൾക്ക് അറിയണമായിരുന്നു. ഒരു ദിവസം പ്ലാവിലെ പെറുക്കാൻ വന്ന മുത്തിയമ്മോട് തന്നെ ഗൗരി തന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ ചിലത് ചോദിച്ചു. അവർക്കാണെങ്കിൽ ഒത്തിരി പ്രായമുണ്ടല്ലോ. കോവിലകത്തുള്ളവർക്ക് അറിയാത്ത പലരെയും മുത്തിയമ്മക്ക് അറിയാമായിരിക്കും എന്നോർത്താണ് ഗൗരി താൻ പരിചയപ്പെട്ട ആ അമ്മയെയും മകളെയും കുറിച്ച് ചെറിയൊരു വിവരണം നൽകിയത്. കമല, ആ പേര് ഞാൻ കേട്ടിട്ടില്ല. മോള് പറയുന്നത് പോലെ ഈ കാവിനപ്പുറം ആരും താമസിക്കുന്നില്ല. അത് ആൾ താമസമില്ലാത്ത സ്ഥലമാ. വലിയ കാടും മലയുമാ അവിടെയുള്ളത്. ആ ഭാഗത്ത് ആര് താമസിക്കാനാ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ കണ്ട ആ അമ്മയും മോളും ആരാണ്? എത്രയോ തവണ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും വൈകിട്ട് കാവിൽ തിരിതെളിയിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. മുത്തിയമ്മ തെല്ല നേരം ആലോചിച്ചു നിന്നു. കമല, അങ്ങനെ ഒരു പേരിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലെങ്കിലും അതുപോലെ ഒരു പേരുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. മുത്തിയമ്മയുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അവൾ ഗൗരിയെയും കൂട്ടി ആളും അനക്കവുമുള്ള ഭാഗത്തേക്ക് മാറി നിന്നു. തുടിയും കടന്ന് അവർ പത്തായപ്പുരയ്ക്ക് അരികിൽ ചെന്ന് നിന്നു. അവിടെ കോവിലകത്തെ പണിക്കാർ മുറ്റത്ത് നെല്ലുണക്കുന്നുണ്ടായിരുന്നു. തെല്ല് നേരത്തെ ആലോചനയ്ക്കൊടുവിൽ മുത്തിയമ്മ പഴയ ചില കാര്യങ്ങൾ ഗൗരിയോട് വിവരിച്ചു.
പണ്ട് വിശ്വനാഥൻ നമ്പൂതിരി ഈ കോവിലകത്തേക്ക് ഒരു തമിഴത്തി പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ആ പെങ്കുച്ച് ശ്രീപാർവതിയെപ്പോലെ കാണാൻ സുന്ദരിയായിരുന്നു. അവളുടെ പേരായിരുന്നു സെങ്കമലം. വിളിക്കാൻ ഇത്തിരി പ്രയാസമുള്ളതുകൊണ്ട് കോവിലകത്തുള്ളവർ ആ പേര് മലയാളത്തിലേക്കാക്കി ആ മോളെ ചെന്താമര എന്നങ്ങ് വിളിച്ചു തുടങ്ങി. പക്ഷേ വിശ്വനാഥൻ നമ്പൂതിരി സെങ്കമലം എന്നുള്ള ആ പേര് ചുരുക്കി കമലമെന്നാണ് ആ കുട്ടിയെ വിളിച്ചിരുന്നത്. ചെന്താമരയ്ക്ക് എല്ലാവരോടും സ്നേഹമായിരുന്നു. ഗർഭിണിയായിരിക്കെ ആ കുട്ടി ഇവിടുത്തെ കാവിനരികിലെ കിണറ്റിൽ വീണു മരിച്ചു. അതൊരു അപകടമരണമല്ലായിരുന്നു എന്നതാണ് സത്യം. ഞങ്ങളെ പാണന്മാരുടെ കൂട്ടത്തിലുള്ള ചിലർ പറഞ്ഞ കാര്യമായത്. ആ കുട്ടീനെ ഉണ്ണിയുടെ അച്ഛൻ കിണറ്റിൽ തള്ളിയിട്ടതാണെന്ന്. പുറമെ എല്ലാവരുടെയും മുന്നില് ബാഹുലയൻ നമ്പൂതിരി നല്ല പിള്ള ചമഞ്ഞാണ് നടന്നിരുന്നെങ്കിലും അയാളൊരു സ്ത്രീലമ്പടനായിരുന്നു. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ ഏത് വിധേനയും അയാൾ വശത്താക്കും. അതായിരുന്നു അയാളുടെ ഒരു സ്വഭാവം. ഒരു ദിവസം ചെന്താമരയും ബാഹുലയൻ നമ്പൂതിരിയും കാവിലെ കിണറ്റിനരികിൽ നിന്ന് സംസാരിക്കുന്നത് അവിടെ മാമ്പഴം പറിക്കാൻ വന്ന ഒരു കുട്ടി കണ്ടിരുന്നു. ഒരു പാണച്ചക്കൻ. എന്റെ കുടീന്റെ അടുത്തുള്ളതായിരുന്നു ആ ചെക്കൻ. എന്തൊക്കെയോ പറഞ്ഞ് ഇരുവരും തമ്മിൽ കലഹമുണ്ടായി. ഒടുവിൽ ആ നമ്പൂതിരി കോലോത്തെ തമ്പ്രാട്ടിയെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്തു. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ മാമ്പഴം പെറുക്കാൻ കാവില് വന്ന ആ പാണച്ചക്കനെ അയാൾ കണ്ടു. അയാൾ അവനെ കണക്കിന് ചീത്ത പറഞ്ഞു. അവന്റെ കൈ ഒടിച്ച അയാൾ അവനെ തിരിച്ചയച്ചത്. ആ ചെക്കൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി ഊരിൽ വന്നു. എന്നിട്ട് അവൻ കണ്ട കാര്യം ഒന്ന് രണ്ട് പേരോട് പറയുകയും ചെയ്തു. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള തലമൂത്ത കാരണവന്മാർ അവനെ വിലക്കി. കാവുമ്പാട്ടെ കോവിലകത്തുള്ളവർ ഞങ്ങളുടെ തമ്പ്രാക്കന്മാരല്ലേ, അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞങ്ങളെ അവർ ഈ ഭൂമിക്ക് മീതെ വെച്ചേക്കില്ലല്ലോ. അങ്ങനെ അറിഞ്ഞ കാര്യം എല്ലാവരും അവരവരുടെ മനസ്സിൽ തന്നെ വെച്ചു. ആ സത്യങ്ങൾ അറിഞ്ഞ ഈ ഞാനും ആരോടും ഒന്നും പറയാൻ പോയില്ല. പിന്നെ ആരുമൊന്നും അറിഞ്ഞില്ലെങ്കിലും കുറ്റം ചെയ്തവനെ ദൈവം തമ്പുരാൻ മുകളിലേക്ക് വിളിച്ചില്ലേ. ആ ബാഹുലയൻ നമ്പൂതി ചത്ത് മലച്ചു കിടന്നത് കാവിലെ നാഗക്കുളത്തിനരികിലാ. ആ ദുഷ്ടന്റെ കഴുത്തില് പല്ലുകൾ ആഴ്ന്നിറങ്ങിയ പാടുണ്ടായി. വിഷം നീണ്ടി ചത്തതെന്നാ പറഞ്ഞു കേട്ടത്. പക്ഷേ അയാളുടെ മരണത്തിന് കാരണക്കാരി അയാൾ കിണറ്റിൽ തള്ളിയിട്ട് കൊന്ന ആ തമിഴത്തിപ്പെണ്ണിന്റെ ആത്മാവ് തന്നെ ആയിരിക്കണം. ആ തമ്പ്രാട്ടിക്കൊച്ചിന്റെ മരണശേഷം കാവുമ്പാട്ടെ കോവിലകത്ത് ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടായി. ബാഹുലയൻ നമ്പൂതിരിയുടെ പടുമരണം. കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്ന കോവിലകത്തെ കുടുംബാംഗങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞ് നാല് വഴിക്കായി. മനസമാധാനം നഷ്ടമായ വിശ്വനാഥൻ നമ്പൂതിരി പിന്നീട് ഒരു പൂജാരിയെ കൊണ്ടുവന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഗർഭിണിയായിരിക്കെ കിണറ്റിൽ വീണ് മരിച്ച ചെന്താമരയുടെ ആത്മാവ് ഒരു യക്ഷിയായി മാറി കോവിലകത്തും പരിസരത്തുമായി അലഞ്ഞു നടക്കുകയാണെന്ന്. പണ്ടുണ്ടായിരുന്നവർ ചിലർ ഇവിടുത്തെ കാവിലും കുളിക്കുളത്തിലുമായി ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിലം തൊടാത്ത പാദങ്ങളുമായി ഒഴുകി ഒഴുകി നീങ്ങുന്ന തിളങ്ങുന്ന വെളുത്ത നിറമുള്ള ഒരു സ്ത്രീരൂപം. അങ്ങനെ പൂജാരി പറഞ്ഞതനുസരിച്ച് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മഹാമാന്ത്രികനെ കൊണ്ടുവന്നു. ചെന്താമരയുടെ ആത്മാവിനെ ഒരു കല്ലിലേക്ക് ആവാഹിക്കാൻ നോക്കി. വലിയ മാന്ത്രികനായിരുന്നിട്ട് കൂടിയും ആ ശക്തിയെ ആവാഹിക്കാൻ അങ്ങേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. വയറ്റിക്കണ്ണിയായിരുന്നപ്പോൾ മരിച്ച കുട്ടിയല്ലേ അത്. അതുകൊണ്ട് അതിനെ വരുതിയിലാക്കാൻ പെടാപ്പാട് പെടേണ്ടി വന്നു. ചെന്താമര മരിച്ചതിന് ശേഷം ഏതാണ്ട് 5-6 വർഷം കഴിഞ്ഞാണ് ഈ കോവിലകത്ത് ആവാഹനവും പൂജയുമൊക്കെ നടത്തിയത്. അക്കണക്കിന് ആ തമ്പ്രാട്ടിയുടെ വയറ്റിൽ വളർന്ന കുട്ടിക്ക് അന്ന് 5-6 വയസ്സ് കാണണം. അങ്ങനെ ഒടുവിൽ ആ മാന്ത്രികൻ ചെന്താമരയെ ഒരു കല്ലിലേക്ക് ആവാഹിച്ചു. ഒപ്പം തന്നെ അവൾക്ക് ജനിക്കാനിരുന്ന കിടാത്തിയെയും അദ്ദേഹം മറ്റൊരു കല്ലിലേക്കും ആവാഹിച്ചു. പിന്നീട് ഈ കോവിലകത്തെ കാവിൽ അവർക്കിരുവർക്കും ഒരു ഇരിപ്പിടം നൽകി. മോളിവിടുത്തെ കാവിലെ യക്ഷിത്തറ കണ്ടതല്ലേ? അവിടെ 2 ശിലകളാ ഉള്ളത്. യക്ഷിയമ്മയുടെ സ്ഥാനത്താ അദ്ദേഹം ചെന്താമരയെ കാവിൽ കുടിയിരുത്തിയത്.
ആ ചെറിയ ശില. അത് തമ്പ്രാട്ടിക്ക് ജനിക്കാനിരുന്ന കുട്ടിയെ സങ്കല്പിച്ച അവിടെ ഇരുത്തിയിരിക്കുന്നത്. വിശ്വനാഥൻ നമ്പൂതിരി ഉണ്ടായിരുന്ന സമയത്ത് കാവില് വേണ്ട വഴിപാടുകളൊക്കെ കൃത്യമായി അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞല്ലേ ഇവിടെ നിന്ന് വഴക്ക് പിടിച്ച് പിരിഞ്ഞുപോയ അപ്പക്കുട്ടൻ നമ്പൂതിരിയും കുടുംബവും തിരിച്ചു വന്നത്. ഇക്കാര്യങ്ങളെക്കുറിച്ച് കേട്ട് കേൾവിയേ അവർക്കുള്ളൂ. പിന്നെ വലിയമ്പ്രാട്ടി രാജേശ്വരി അമ്മ ഉള്ളതുകൊണ്ട് എന്നും കാവിലെ തിരി തെളിയിക്കുന്നത് മുടങ്ങാറില്ല. ഈ അപ്പക്കുട്ടൻ നമ്പൂതിരിയും ബാഹുലയൻ നമ്പൂതിരിയെ പോലെ സ്ത്രീലമ്പടനാ. പറഞ്ഞു വന്നാൽ ആളൊരു വഷളനാ. അങ്ങേരെ പേടിച്ചിട്ട് പുറമണിക്ക് പോലും ഇവിടേക്ക് പെണ്ണുങ്ങൾ ആരും വരാറില്ല. മുത്തിയമ്മ ഒരു ദീർഘശ്വാസമെടുത്തു. കുട്ടി പറഞ്ഞു വരുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മോള് കണ്ടത് ഈ കാവിലെ യക്ഷിയമ്മയെ തന്നെയാ. ആ കുട്ടി അമ്മയുടെ കിടാത്തിയും. എന്തായാലും മോൾക്കൊരു ഉപദ്രവം അത് ചെയ്യില്ല. കാവുമ്പാട്ടി കോവിലകത്തിന്റെ കാവൽക്കാരാ ആ ശക്തികൾ. മനസ്സിൽ നന്മയുള്ളവരെ യക്ഷിയമ്മ എപ്പോഴും രക്ഷിക്കുകയേ ഉള്ളൂ. പക്ഷേ ദുഷ്ടരെ നിഗ്രഹിക്കുക തന്നെ ചെയ്യും. മുത്തിയമ്മ കൊട്ടയിലെ പ്ലാവിലെ ചുമന്ന് തലയിൽ വെച്ചുകൊണ്ട് അവരുടെ വഴിക്ക് പോയി. ഇതുവരെ അറിയാത്ത കഥകളൊക്കെ കേട്ടപ്പോൾ ഗൗരിക്ക് തന്റെ തൊണ്ട വരളുന്നത് പോലെ തോന്നി. താൻ നേരിൽ കണ്ട് സംസാരിച്ച ആ രണ്ടുപേർ അവർ അരൂപികളാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്കത് അവിശ്വസനീയമായി തോന്നി. പക്ഷേ പിന്നീട് അങ്ങോട്ട് കമലയെന്ന് പരിചയപ്പെടുത്തിയ ആ സ്ത്രീയെയോ ആ കുട്ടിയെയോ കാവിലോ കാവിന്റെ പരിസരത്തോ അവൾ കണ്ടില്ല. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുപോയി. ആയിടക്കാണ് ഗൗരി തന്റെ പിന്നാലെ പറന്നു നടക്കുന്ന രണ്ട് നിശാശലഭങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. തിളങ്ങുന്ന നീല നിറമുള്ള ഒരു ശലഭം, അതിനോടൊപ്പം തന്നെ എന്നും കാണാറുള്ള ഒരു വെള്ളിശലഭവും. അവ രണ്ടും കാവിലും തന്റെ മുറിയിലും താൻ പോകുന്നിടത്തൊക്കെയും പാറിപ്പറന്ന് നടക്കുന്നു. യക്ഷികൾക്ക് രൂപം മാറാനുള്ള കഴിവുണ്ടെന്ന് പണ്ടെവിടെയോ വായിച്ചിട്ടുള്ളതായി അവൾ ഓർത്തുപോയി. അവ തന്റെ ശത്രുക്കളല്ല. മുത്തിയമ്മ പറഞ്ഞതുപോലെ മനുഷ്യരല്ലെങ്കിൽ പോലും ആ ശക്തികൾ തന്നെ സദാസമയം നിരീക്ഷിക്കുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അവരൊപ്പമുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്. 3 ദിവസമായിട്ട് മഴ നിർത്താതെ പെയ്യുകയായിരുന്നു. കഴിഞ്ഞുപോയ പേടിപ്പെടുത്തിയ അനുഭവങ്ങളൊക്കെയും ഒരു ദുസ്വപ്നമാണെന്ന് കരുതി അപ്പക്കുട്ടൻ നമ്പൂതിരി ആശ്വസിച്ചിരിക്കുകയായിരുന്നു. മഴ മാറി നിന്ന ഒരു വൈകുന്നേരം ലതിക കുളിക്കടവിൽ നിന്ന് തിടുക്കത്തിൽ തുണികൾ അലക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ശബ്ദം അവൾ കേട്ടത്. തുണി കഴുകുന്നത് നിർത്തി അവൾ ആ ഭാഗത്തെല്ലാം നോക്കി. പക്ഷേ കുട്ടിയെ മാത്രം കണ്ടില്ല. തനിക്ക് തോന്നിയതായിരിക്കുമെന്നോർത്ത് ലതിക വീണ്ടും ജോലികളിൽ ഏർപ്പെട്ടു. ആ സമയം കുളത്തിലെ വെള്ളത്തിൽ പതിഞ്ഞ തന്റെ പ്രതിബിംബത്തിന് തൊട്ടരികിൽ തന്നെ മെല്ലെ മെല്ലെ ഒരു പെൺകുട്ടിയുടെ രൂപം തെളിഞ്ഞു വന്നു. അവളുടെ അഴിഞ്ഞുലഞ്ഞ മുടിയാൽ ആ കുട്ടിയുടെ മുഖം പാതിയും മറഞ്ഞിരുന്നു. ലതിക നോക്കി നിൽക്കെ ആ പെൺകുട്ടി മലർക്കി അതിന്റെ വായ തുറന്നു പിടിച്ചു. അടുത്ത നിമിഷം വലിയൊരു ശബ്ദത്തോടെ വട്ടം ചുറ്റി കറങ്ങുന്ന ഒരു ചുഴി ജലോപരിതലത്തിൽ രൂപപ്പെട്ടു. ഭയന്നു പോയ ലതിക ആ വെള്ളത്തിലേക്ക് വേച്ചു വീണു. ആഴമേറിയ കയത്തിലേക്ക് ആണ്ടുപോയതും ലതിക കൈകാലിട്ടടിച്ചു കരഞ്ഞു. കണ്ണുകൾ പുറത്തേക്ക് ഉന്തിയ നിലയിൽ തന്റെ അടുത്തേക്ക് വന്ന ആ പെൺകുട്ടിയുടെ ഉദരത്തിൽ അറുത്തു മാറ്റാത്ത ചോരച്ച പൊക്കിൾക്കൊടി ഉണ്ടായിരുന്നു. ഭയാനകമായ ആ രൂപം കണ്ട് അവൾ പ്രാണരക്ഷാർത്ഥം അലറിക്കരഞ്ഞു. എന്തോ ആവശ്യത്തിന് ആ ഭാഗത്തേക്ക് വന്ന ഉണ്ണികൃഷ്ണനാണ് കുളത്തിൽ മുങ്ങിത്താഴാൻ പോകുന്ന ലതികയെ കണ്ടത്. അവൻ ഒച്ചവെച്ചതോടെ ആ സമയത്ത് കോവിലകത്തുണ്ടായിരുന്നവരെല്ലാം അവിടെ കോടിയെത്തി. ഉണ്ണിയും അപ്പക്കുട്ടൻ നമ്പൂതിരിയും ചേർന്ന് ലതികയെ കുളത്തിൽ നിന്ന് വലിച്ചു കയറ്റി. അല്പനേരം കഴിഞ്ഞാണ് അവൾക്ക് ബോധം വീണത്. കണ്ണു തുറന്നപ്പോൾ മുതൽ ലതിക താൻ കണ്ട ഭയാനകമായ കാഴ്ചയെപ്പറ്റി ഇടതടവില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പല ആശുപത്രികളിലും ലതികയെ കൊണ്ടുപോയി. പക്ഷേ പിന്നീടങ്ങോട്ട് അവളൊരു മാനസിക രോഗിയെപ്പോലെയാണ് പെരുമാറിയത്. ഉറക്കത്തിലും ലതിക പിറുപിറുത്തുകൊണ്ടിരുന്നു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അവൾ കൂട്ടാക്കിയില്ല. ശൂന്യതയിൽ നോക്കി സംസാരിക്കും, ചിരിക്കും. ഇടയ്ക്ക് ഒരു തവണ അവൾ തന്റെ അച്ഛനോട് പറഞ്ഞു, ഒരു കുട്ടി രാത്രി മുഴുവനും എന്റെ ബെഡിൽ വന്നിരിക്കും. എന്റെ തലത്തിൽ ഇരുന്നു കൊണ്ട് അത് ഉറക്കെ കരയും. അതിന്റെ താമസം ആ കുളത്തിലാ. അവൾ എന്നെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. കാല് തെറ്റി കുളത്തിൽ വീണ ലതികയുടെ തല
പടവുകളിൽ ഇടിച്ചു കാണും. അതായിരിക്കും സമനില തെറ്റിയതുപോലെ പെരുമാറുന്നത്. ഉണ്ണിയുടെ ആ സംശയം ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. പിന്നീട് അവളെ ചില മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. പക്ഷെ അതുവരെ ശാന്തമായി പെരുമാറിയ ലതിക പിന്നീട് അങ്ങോട്ട് കാണുന്നവരെയെല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി. അവളെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ അപ്പുക്കുട്ടൻ നമ്പൂതിരി മകളെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അച്ഛനും മകളും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കങ്ങൾ പരാജയപ്പെട്ടത് മുതൽ അപ്പുക്കുട്ടൻ നമ്പൂതിരി വലിയ മനോവിഷമത്തിലായിരുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട മൂത്ത മകൾ ഭ്രാന്താശുപത്രിയിലായതോടെ അയാളുടെ സങ്കടം ഇരട്ടിച്ചു. എന്നിട്ടും ഏത് വിധേനയും കോവിലകം കൈവിട്ട് പോകാതിരിക്കാനായി അയാൾ പല പണികളും ചെയ്തു നോക്കി. പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു. തന്റെ ഓരോ നീക്കങ്ങളും പരാജയപ്പെടുമ്പോൾ ഏതോ ഒരു അദൃശ്യ ശക്തി ഗൗരിയുടെയും ഉണ്ണിയുടെയും രക്ഷയ്ക്കുണ്ടെന്ന് അയാൾക്ക് തോന്നിപ്പോയി. കാരണം അയാൾ ഒരുക്കിയ ഓരോ കെണികളിൽ നിന്നും ഏറെ അത്ഭുതകരമായിട്ടായിരുന്നു അവർ രക്ഷപ്പെട്ടിരുന്നത്. അങ്ങനെ പേര് കേട്ട ഒരു ജോത്സ്യനെ ചെന്ന് കണ്ട് അയാൾ തന്റെ മകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു ദിവസം അയാൾ കോവിലകത്തേക്ക് വരാമെന്നേറ്റു. തൊട്ടടുത്ത ദിവസം തന്നെ അപ്പുക്കുട്ടൻ നമ്പൂതിരി വിളിച്ച ആ ജോത്സ്യൻ കോവിലകത്തെത്തി. അന്ന് രാത്രിയിൽ തെക്കിനിയിൽ ഒരു മുറിയിൽ വളരെ രഹസ്യമായി ഒരു പൂജ നടന്നു. മന്ത്രോച്ചാരണങ്ങൾ ഉയർന്നതിനോടൊപ്പം തന്നെ ആ പരിസരത്താകെ കർപ്പൂര ഗന്ധം നിറഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പൂജയ്ക്ക് ശേഷം ആ ജോത്സ്യൻ നമ്പൂതിരിയോട് പറഞ്ഞു, നിങ്ങൾ സംശയിച്ചതുപോലെ ഈ കോവിലകത്ത് ചില ശക്തികളുടെ സാന്നിധ്യം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അത് താങ്കൾ വിചാരിക്കുന്നത് പോലെ ദുഷ്ടശക്തികളല്ല. കാവൽ കുടിയിരുത്തിയിരിക്കുന്ന യക്ഷിയമ്മയും മകളും ഈ കോവിലകത്തിന്റെ കാവൽക്കാരാണ്. ആ ശക്തികളെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയില്ല. അതിന് ശ്രമിച്ചാൽ അത് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും നാശമേ ഉണ്ടാവൂ. അയാൾ അപ്പോൾ തന്നെ താൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. പക്ഷേ അയാൾ കൊടുത്ത ആ അപകട സൂചനയൊന്നും അപ്പുക്കുട്ടൻ നമ്പൂതിരി കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇയാളല്ലെങ്കിൽ മറ്റൊരാൾ അയാളെ കൊണ്ടത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ വായിൽ തോന്നുന്നത് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു അപ്പോൾ അപ്പുക്കുട്ടൻ നമ്പൂതിരിക്കുണ്ടായത്. 1-2 ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടന്ന നമ്പൂതിരിക്ക് വല്ലാത്തൊരു ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു. തന്റെ നെഞ്ചിന് മുകളിൽ താങ്ങാനാവാത്തൊരു ഭാരം കയറ്റി വെച്ചതുപോലെ ഒരു തോന്നൽ. വാരിയല്ലുകൾ ഞെരിഞ്ഞമരുന്നത് പോലെ. ചുമച്ചും കിതച്ചും അയാൾ കണ്ണുകൾ തുറന്നതും തന്റെ നെഞ്ചിന് മുകളിൽ ഒരു കറുത്ത രൂപം കയറിയിരിക്കുന്നു. ഒരു കുട്ടിപ്പിശാച്ചിനെ പോലെ തോന്നിച്ച അതിന്റെ കോമ്പലുകൾ അയാളുടെ കഴുത്തിന് നേർക്കടുത്തതും അപ്പുക്കുട്ടൻ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് കിടക്കയിൽ നിന്ന് ചാടി എണീൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കൈയും കാലും അനക്കാനാവാത്ത വിധം മരച്ചിരിക്കുകയാണ്. ഒന്ന് അനക്കാൻ പോലും അയാൾക്ക് കഴിയുന്നില്ലായിരുന്നു. കുറച്ചു നേരം നിശ്ചലമായി അയാൾ അതേ കിടപ്പ് കിടന്നു. പിന്നീട് കിതച്ചുകൊണ്ട് നമ്പൂതിരി എങ്ങനെയൊക്കെയോ കിടക്കയിൽ നിന്ന് എണീറ്റു. തൊട്ടടുത്ത ജഗ്ഗിലിരുന്ന വെള്ളം വയറ് നിറയെ കുടിച്ചു. അടുത്ത ദിവസം നേരം വെളുത്തപ്പോഴേ അപ്പുക്കുട്ടൻ നമ്പൂതിരി തനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളെല്ലാം ഭാര്യയായ സതികളയോട് വിവരിച്ചു. ലതികയെ ഹോസ്പിറ്റലിലാക്കിയത് മുതൽ രേവതിയോടൊപ്പമാണ് സതി കിടക്കുന്നത്. ഇടയ്ക്ക് സതിയും മകളും ലതികയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷേ അവൾക്ക് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ണിയും ഗൗരിയും കൂടി ഒരു തവണ അവളെ കാണാൻ ചെന്നിരുന്നു. ലതിക പക്ഷേ അവരെ തിരിച്ചറിഞ്ഞതുപോലുമില്ല. കഴിഞ്ഞ രാത്രിയിലുണ്ടായ അനുഭവത്തെപ്പറ്റി അപ്പുക്കുട്ടൻ വാ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് രാജേശ്വരിയമ്മ അവിടേക്ക് ചെന്നത്. ദൈവഭയമില്ലാതെ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ ദുരനുഭവങ്ങൾ ഉണ്ടാവും. എന്നിട്ടും പിന്മാറാൻ നിനക്ക് ഉദ്ദേശമില്ലല്ലോ. അപ്പുക്കുട്ടന് അത് കേട്ട് കലിയിളകി. നിങ്ങൾ എന്തുവാ കിളവി ഈ പറഞ്ഞു വരുന്നത്? ഞാൻ എന്തോ ചെയ്തെന്നാ? ചെയ്തതൊക്കെയും പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാല് ആരും അറിയില്ലെന്നാണോ നീ കരുതിയത്? അച്ഛനും മകളും ചേർന്ന് ഉണ്ണിയെയും ഗൗരിയെയും ഇല്ലാതാക്കാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയതല്ലേ? എല്ലാം കഴിഞ്ഞ ഞാൻ ഇതെല്ലാം അറിഞ്ഞത്. അതും നിന്റെ മകളുടെ നാവിൽ നിന്ന് തന്നെ. ഭ്രാന്ത് മൂത്തപ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ ചില സത്യങ്ങളും ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും ഉണ്ടായില്ല. ഇനിയും ഓരോന്ന് കാട്ടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ മകളുടെ ഗതി തന്നെ നിനക്കും വരും. ഓർത്തോ. അപ്പുക്കുട്ടന്റെ നെഞ്ചിലൊരു ആന്തലുണ്ടായി. ഏതു വിധേനയും ഉണ്ണിയെ ഇല്ലാതാക്കണമെന്നായിരുന്നു അയാളുടെ ചിന്ത. രാജേശ്വരിയമ്മ അത്രയൊക്കെ പറഞ്ഞപ്പോൾ അവരെ ആദ്യം തന്നെ തീർക്കണമെന്ന തീരുമാനത്തിൽ
അയാൾ എത്തിച്ചേരുകയും ചെയ്തു. അന്ന് വൈകിട്ട് രാജേശ്വരി അമ്മയോടൊപ്പം അഴയിൽ തുണികൾ വിരിച്ചുകൊണ്ട് നിന്ന ഗൗരിയെ അയാൾ കണ്ണടക്കാതെ നോക്കി നിന്നു. രാത്രിയിൽ നമ്പൂതിരിയുടെ ചിന്ത മുഴുവനും ഗൗരിയെക്കുറിച്ചായിരുന്നു. അങ്ങനെ എപ്പോഴും മയങ്ങിപ്പോയ അയാൾ കഥകിൽ ആരോ മുട്ടി വിളിക്കുന്നത് കേട്ടാണ് കണ്ണു തുറന്നത്. ഉറക്കച്ചടവിൽ വാതിൽ തുറന്നു നോക്കിയ അപ്പുക്കുട്ടൻ നമ്പൂതിരി കണ്ടത് ഇരുട്ടിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഗൗരിയായിരുന്നു. അയാൾ ചുറ്റുപാടും നോക്കിയതിനു ശേഷം മുറ്റത്തേക്കിറങ്ങി. അപ്പോഴേക്കും ഗൗരി മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു. ഒരു സ്വപ്നത്തിലെന്ന വണ്ണം അപ്പുക്കുട്ടൻ ഏറെ ദൂരം അങ്ങനെ നടന്നു. കാവിന് പിന്നിലെത്തിയപ്പോൾ ഗൗരി നിന്നു. നടന്ന് നടന്ന് വിഷമിച്ച നമ്പൂതിരി അപ്പോൾ തിടുക്കത്തിൽ അവൾ തോൾ ചെന്ന് പിടിച്ചു. തിരിഞ്ഞ് അയാൾക്ക് അഭിമുഖമായി നിന്ന ആ സ്ത്രീയെ കണ്ട് അപ്പുക്കുട്ടൻ നമ്പൂതിരി ഞെട്ടി വിറച്ചുപോയി. അത് ഗൗരിയല്ലായിരുന്നു. ദേഹമാകെ അഴുകി ജീർണിച്ച ഒരു സ്ത്രീ ശരീരം. വെള്ളത്തിൽ നിന്ന് കയറി വന്നതുപോലെ അവളുടെ ഉടലാകെ നനഞ്ഞിരുന്നു. മുടി കൊഴിഞ്ഞുപോയ അവളുടെ തലയോട്ടിയുടെ ചില ഭാഗങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു. അരണ്ട വെളിച്ചത്തിൽ തന്റെ തൊട്ടു മുന്നിൽ നിന്ന രൂപത്തെ കണ്ട് അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞോടാൻ നമ്പൂതിരി ശ്രമിച്ചെങ്കിലും അയാളുടെ കാലുകൾ നിലത്തുറച്ചു പോയിരുന്നു. മുഖത്തിന്റെ പാതിയും അഴുകിത്തീർന്ന ആ സ്ത്രീയുടെ ഉദരം വീർത്തുന്തിയിരുന്നു. മരച്ചു കോച്ചി അനങ്ങാനാവാതെ നിന്ന അയാളുടെ കഴുത്തിന് നേർക്ക് ആ സ്ത്രീയുടെ കൈകൾ നീണ്ടുവന്നു. തൊട്ടടുത്ത കിണറിന് നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇനി നിന്റെ ഉറക്കം ഇവിടെയാകാം. ഗാഢമായ ഉറക്കത്തിൽ എത്തമില്ലാത്ത കയത്തിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെയാണ് അപ്പുക്കുട്ടന് തോന്നിയത്. ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതുപോലെ അയാൾ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. പക്ഷേ നാലു ചുറ്റിനും ഇരുട്ട്. കണ്ണിൽ കുത്തുന്ന ഇരുട്ടിൽ അപ്പുക്കുട്ടൻ ആ സത്യം തിരിച്ചറിഞ്ഞു. താൻ ആഴമേറിയ ഒരു കിണറിലേക്ക് മുങ്ങി താഴുകയാണ്. മരണം മുന്നിൽ കണ്ട ആ മനുഷ്യൻ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അലറി വിളിച്ചു. പക്ഷേ അപ്പുക്കുട്ടന്റെ ആ നിലവിളികൾ കോവിലകത്തുള്ളവരാരും കേട്ടില്ല. അടുത്ത ദിവസം കാവിൽ തിരിതെളിയിക്കാൻ വന്ന അയാളുടെ മകൾ രേവതിയാണ് കിണറ്റിൽ ചത്തുപൊന്തിക്കിടക്കുന്ന നമ്പൂതിരിയെ കണ്ട്. മൂത്ത മകൾക്ക് ഭ്രാന്തായതോടെ അപ്പുക്കുട്ടൻ നമ്പൂതിരിക്കും തലക്ക് സുഖമില്ലാതെയായി. ഇടയ്ക്ക് ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് വഴിയിലൂടെ പോകുന്നത് കണ്ടു. ഇന്നലെ ഉറക്കത്തിൽ എണീറ്റ് പോയതായിരിക്കാം. രാത്രിയിൽ കിണറ്റിൽ വീണതുകൊണ്ട് ആരും ഒന്നും അറിഞ്ഞു കാണില്ല. നമ്പൂതിരിയുടെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വന്നവർ അങ്ങനെയെല്ലാം അടക്കം പറഞ്ഞു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരു പുലർച്ചെ കാവിലെ ചെമ്പകത്തിൽ നിന്ന് ഒരു നീല നിശാശലഭം ഗൗരിയുടെ വീർത്ത ഉദരത്തിൽ വന്നിരുന്നു. ഗൗരി അതിശയത്തോടെ ആ ശലഭത്തെ നോക്കിയതും ഒരു സ്വപ്നം പോലെ അത് അവളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞുപോയി. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടു തുടങ്ങി. വേദന കലശലായതോടെ ഉണ്ണി ഗൗരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡിസംബർ മാസത്തിലെ കുളിരുള്ള ആ പ്രഭാതത്തിൽ ഗൗരി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. നീല കണ്ണുകളുള്ള മാലാഖയെപ്പോലെ തോന്നിച്ച ഒരു കുഞ്ഞ്. കുഞ്ഞിന്റെ ജനനശേഷം ഉണ്ണിയും ഗൗരിയും കാവമ്പാട്ടി കോവിലകം വിട്ട് എങ്ങോട്ടും പോയില്ല. എന്നും വൈകുന്നേരം അവൾ കാവിലെ യക്ഷിത്തറയിൽ മുടങ്ങാതെ തിരിതെളിച്ചു. കുഞ്ഞു കിടക്കുന്ന തൊട്ടിലിനരികിലായി എന്നും ഒരു വെളുത്ത നിശാശലഭം പറന്നെത്തി. ആ ശലഭത്തെ കാണുമ്പോൾ ആ കുഞ്ഞ് ചിരിക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും ഗൗരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വെള്ള നിറമുള്ള ആ നിശാശലഭം അതാരാണെന്ന കാര്യത്തിൽ അവൾക്കൊരു സംശയവുമില്ലായിരുന്നു.